നമ്മുടെ ധ്യാനത്തിനായി എബ്രായലേഖനം 13 അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മൈക്രോഫോണിലൂടെ ആരെങ്കിലും വായിച്ച് സഹായിക്കണം. ശബ്ദമുയർത്തി എബ്രായലേഖനം 13 അധ്യായം 8 മുതൽ ആ ഒരൊറ്റ വാക്യം മാത്രം വായിച്ചാൽ മതി. പിന്നീട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം. 13 അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകരുത്. ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. മതി. സ്തോത്രം. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ നാം ധ്യാനത്തിനായി വായിച്ചത്. ഈ പുസ്തകത്തിൻ്റെ എബ്രായലേഖനം മുഴുവനായി എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ ഞാൻ പറയും. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ ദാസനായ പൗലോസിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ലേഖനമാണ് എബ്രായലേഖനം. പൗലോസിൻ്റെ 14 ലേഖനങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് ദാർശനികമായി അടിത്തറയിട്ട ലേഖനങ്ങളാണ്. എബ്രായലേഖനമടക്കം 14 ലേഖനങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് പൗലോസ് നൽകുമ്പോൾ ക്രിസ്തീയ സഭയുടെ ഭരണഘടന എന്ന് വേണമെങ്കിൽ പൗലോസിൻ്റെ ലേഖനങ്ങളെ വിളിക്കാം. നിങ്ങൾ നോക്കൂ, പൗലോസിൻ്റെ 14 ലേഖനങ്ങൾ ഒന്ന് എടുത്തു മാറ്റിയാൽ പുതിയ നിയമത്തിൽ എത്രത്തോളം ആശയപരമായ ദാരിദ്ര്യമുണ്ടാവും. സഭയുടെ ദൈവശാസ്ത്രം, ധർമ്മശാസ്ത്രം, സഭയുടെ നടപടിക്രമങ്ങൾ, ആരാധനയുടെ ക്രമങ്ങൾ, ഇടയ ശുശ്രൂഷയുടെ ദൈവശാസ്ത്രമടക്കം എല്ലാ കാര്യങ്ങളെക്കുറിച്ച് മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത് പൊളൈൻ റൈറ്റിങ്സിലാണ്, പൗലോസിൻ്റെ എഴുത്തുകളിലാണ്. കഴിഞ്ഞ രാത്രിയിലും പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ദാസൻ സംസാരിച്ചത്. അതുകൊണ്ട് യേശു ക്രിസ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പൗലോസിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവിൻ്റെ അധ്യാപനം, യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പൗലോസിനെക്കുറിച്ചും പൗലോസിൻ്റെ ദൈവശാസ്ത്രം, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, പ്രഭാഷണം, സംവാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ പൗലോസിനെ ക്രൈസ്തവ സഭയുടെ സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ദി ക്രിസ്ത്യാനിറ്റി, ക്രൈസ്തവ സഭയുടെ 2ാം സ്ഥാപകൻ എന്ന് പോലും പൗലോസിനെ വിളിക്കുന്നുണ്ട്. ആ രീതിയിൽ ആശയപരമായി ദാർശനികമായി ക്രൈസ്തവ സഭയെ സ്വാധീനിച്ച അനുഗ്രഹീതനായ എഴുത്തുകാരനാണ് വിശുദ്ധ പൗലോസ്. അദ്ദേഹത്തിൻ്റെ 14 ലേഖനങ്ങൾ സഭയുടെ മാഗ്നക്കാർട്ടയാണ്, മാനിഫെസ്റ്റോയാണ്, ഭരണഘടനയാണ്. ഈ 14 ലേഖനങ്ങളും ദൈവശാസ്ത്രപരമായ ലേഖനങ്ങളാണ്. അതിൽ ക്രിസ്റ്റോളജി, ക്രിസ്തുവിജ്ഞാനീയം രേഖപ്പെടുത്തിയിരിക്കുന്ന ലേഖനങ്ങൾ 5 ലേഖനങ്ങളാണ്. അതിൽ എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോന്റെ ലേഖനം, എബ്രായ ലേഖനം. എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ, കൊലോസ്യ ലേഖനത്തിൽ സഭയുടെ തലയായ ക്രിസ്തു, ഫിലിപ്പിയ ലേഖനത്തിൽ മനുഷ്യനായ ദൈവത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്വയപരിത്യാഗിയായ ക്രിസ്തു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെ ശൂന്യനാക്കിയ, തന്നെ ഒഴിച്ചു എന്നാണ് വാക്ക് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, ദാസനായ മനുഷ്യനായ ക്രിസ്തുവിനെ കുറിച്ച്. അത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഒരു പാരഗ്രാഫിയ വിഷയം പറയുന്നുള്ളൂ. കാൽസഡോണിയൻ കൗൺസിലിൽ പിതാക്കന്മാരുടെ ഇടയിൽ വലിയ ഡിബേറ്റ് നടന്ന വിഷയമാണ് യേശു ക്രിസ്തുവിൻ്റെ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയനുമായി ബന്ധപ്പെട്ട്. ഒരു വ്യക്തിയിൽ തന്നെ മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ സമ്മേളിച്ചിരിക്കുന്ന 2 നേച്ചർ തിയറി, അത് വലിയ തർക്കമായിരുന്നു കൗൺസിലുകളിൽ. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം മനുഷ്യനായ ക്രിസ്തുവിനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഫിലോമോന്റെ ലേഖനത്തിൽ യജമാനനായ കർത്താവായ ക്രിസ്തു, എബ്രായ ലേഖനത്തിൽ ദ സുപ്പീരിയോറിറ്റി ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത. ഈ 5 ലേഖനങ്ങളിൽ ക്രിസ്തുവിജ്ഞാനീയമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ രക്ഷാസിദ്ധാന്തപരമായ ലേഖനങ്ങൾ റോമാലേഖനം, ഗലാത്യലേഖനം, കൊരിന്ത്യലേഖനം. റോമാലേഖനത്തിലും ഗലാത്യലേഖനത്തിലും നീതീകരണമാണ് വിഷയം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ ആധികാരികമായ രേഖതാണ്. കൊരിന്ത്യ ലേഖനത്തിൽ വിശുദ്ധീകരണമാണ് വിഷയം, സാന്റിഫിക്കേഷൻ. ഇന്നലെ കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് പ്രസംഗിച്ചു തോന്നുന്നു. കൊരിന്ത്യ ലേഖനം, അവിടെ വിശുദ്ധീകരണമാണ് വിഷയം. കൃപാവരങ്ങൾ കൊണ്ട് സമ്പന്നമായൊരു സഭ, പക്ഷേ ആ സഭയോടാണ് പറഞ്ഞത് ആത്മാവിലെയും ജഡത്തിലെയും കൺമഷം പോക്കി വിശുദ്ധിയെ തികച്ചു കൊള്ളുക. എല്ലാ കൃപാവരങ്ങളുള്ള സഭയോടാണ് പറഞ്ഞത് വിശുദ്ധിയെ തികച്ചു കൊള്ളുക എന്ന് പറഞ്ഞത്. ഇതാണ് രക്ഷാശാസ്ത്രപരമായ ലേഖനങ്ങൾ. അദ്ദേഹത്തിൻ്റെ പാസ്റ്ററൽ എപ്പിസൽസ് വൈദിക ലേഖനമാണ് 1, 2 തീമത്തിയോസ്, തീത്തൂസിൻ്റെ ലേഖനങ്ങൾ. അവിടെയാണ് ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റികൾ, ആരാധനയുടെ ക്രമം, വുമൺസ് സ്റ്റാറ്റസ് ഇൻ ദ ചർച്ച്, സഭയ്ക്കകത്തെ സഹോദരിമാരുടെ സ്റ്റാറ്റസ്, ബിഷപ്പിൻ്റെ ലീഡേഴ്സിൻ്റെ യോഗ്യതകൾ, ഡീക്കൾസിൻ്റെ യോഗ്യതകൾ, ആരാധനയുടെ ക്രമം, അജപാലന ശുശ്രൂഷയുടെ ഇടയ ദൈവശാസ്ത്രം അവതരിപ്പിച്ചിരിക്കുന്ന പാസ്റ്ററൽ എപ്പിസൽസ് ഇടയലേഖനങ്ങളാണ് 1, 2 തീമത്തിയോസ്, തീത്തോസ്. അദ്ദേഹത്തിൻ്റെ എസ്കറ്റോളജി പറഞ്ഞിരിക്കുന്ന ഏകലേഖനം തെസ്സലോനിക്ക ലേഖനമാണ്. യുഗാന്തി വിജ്ഞാനം പറഞ്ഞിരിക്കുന്ന ഏകലേഖനം ദ ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ നാളിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ ശ്രോതാക്കളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ, സംഭ്രമജനകമായ വിഷയാവതരണങ്ങൾ, അങ്ങനെ വരുന്നവർ അങ്ങനെയും ഇങ്ങനെയും പ്രസംഗിക്കുന്നത് നിമിത്തം ജനത്തിനിടയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. അത് കൈകാര്യം ചെയ്തതിനു വേണ്ടി പൗലോസ് തെസ്സലോനിക്ക സഭയോട് പറയുകയാണ്, സുബോധം വിട്ട് ഇളകി പോകരുത്. വല്ലാത്ത വചനം, വല്ലാത്ത ലേഖനം, വല്ലാത്ത ആത്മാവ്, ശ്രോതാക്കളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രവചനങ്ങളും പ്രഭാഷണങ്ങളും, അത് നിരന്തരമായി പറഞ്ഞ് ആശയക്കുഴപ്പം സൃഷ്ടിക്കുക. തൻ്റെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിൻ്റെ മനസ്സിൽ ഭയവും കുറ്റബോധവും കുത്തി നിറയ്ക്കുന്ന നല്ല പ്രഭാഷകൻ്റെ ജോലി. തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ജനത്തിൻ്റെ മനസ്സിൽ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെ പകരുന്നതാണ് പ്രഭാഷകൻ്റെയും പ്രവാചകൻ്റെയും ജോലി. പ്രൈസലാണ്. അത് കൃത്യമായി അനുവദിച്ചു കൊടുക്കാൻ ഇനി പറ്റില്ല. പ്രസംഗങ്ങളിൽ ഉപയോഗിക്കുന്ന യാന്ത്രികതയും കൃത്രിമത്വവും ഈ അതിഭാവുകത്വവും ഒക്കെ എത്ര നാളാണ് അതൊക്കെ സഹിക്കുക? അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായി ദൈവവചനത്തിൻ്റെ കൃത്യതയെ നിലനിൽക്കാൻ, വചനത്തിൻ്റെ സത്യസന്ധതയെ നിലനിൽക്കാൻ, പ്രതിബദ്ധതയോടെ ശുശ്രൂഷ കൈകാര്യം ചെയ്യാൻ നാം എല്ലാവരും സൂക്ഷ്മത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായ കാര്യങ്ങൾ ഞാനത് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, പൗലോസ് അത് കൃത്യമായി പറയുന്നു, സുബോധം വിട്ട് ഇളകിപ്പോകരുത്. ലെറ്റ് us be alert and sober. ഇളകുകയല്ല നിങ്ങൾ വേണ്ടത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച വാക്കിനാലോ, ഓർ ട്രഡീഷൻ, വാക്കിനാലോ ലേഖനത്തിലാലോ, റിട്ടൺ, ഞാൻ വാക്കുകൊണ്ടും എഴുത്തുകൊണ്ടും പഠിപ്പിച്ച പ്രമാണത്തിൽ ഉറച്ചു നിൽക്കണം. എന്തെങ്കിലും കേൾക്കുമ്പോൾ ഇളകുകയല്ല വേണ്ടത്, പഠിപ്പിച്ച പ്രമാണത്തിൽ ഉറയ്ക്കുകയാണ് വേണ്ടത്. സ്വത്രം പറയണ്ട, കേട്ടിരുന്നാൽ മതി, ശ്രദ്ധിച്ചങ്ങനെ വെച്ചാൽ മതി, ശ്രദ്ധിച്ചിരുന്നാൽ മതി. സ്വത്രം കുറയുമെന്ന് കുറച്ച്. പ്രൈസ് ലോർഡ്. അപ്പോൾ ആ തരത്തിൽ വളരെ കൃത്യമായി പൗലോസ് തെസ്സലോനിക്കയിൽ ഉറപ്പിക്കുകയാണ്. റോങ് ടീച്ചിങ്സ്, വ്യാജ അധ്യാപനങ്ങൾ, തെറ്റായ പഠിപ്പിക്കലുകൾ, സൂഡപ്പിഗ്രാഫ്, അപ്പോക്രിഫൽ, അപ്പോസ്തലന്മാർ എഴുതിയെന്ന് പറഞ്ഞ് വ്യാജമായി പ്രചരിപ്പിക്കുന്ന അൺഅപ്പോസ്തോലിക, അപ്പോസ്തോലികമല്ലാത്ത, കാനോനികമല്ലാത്ത എഴുത്തുകൾ, ഇപ്പോൾ ഫേക്ക് ഐ ഡി ഇട്ട് പ്രചരിപ്പിക്കുന്ന പോലെ, വ്യാജമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന പോലെ വ്യാജമായ കത്തുകൾ പ്രചരിക്കുന്നു അപ്പോസ്തലന്മാരുടെ പേരിൽ. അങ്ങനെയുള്ള സൂഡപ്പിഗ്രാഫിക്കെതിരെ, വ്യാജ എഴുത്തുകൾക്കെതിരെ ജാഗ്രത പുലർത്തണം. വല്ലാത്ത അധ്യാപനങ്ങൾ, വല്ലാത്ത പ്രസംഗങ്ങൾ, വല്ലാത്ത പഠിപ്പിക്കൽ, സ്റ്റീരിയോ ടൈപ്പുകൾ, ഇതിനെതിരെ കൃത്യമായി നിങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് തെസ്സലോനിക്ക സഭയോട് കൃത്യമായി പൗലോസ് പറയുന്നു. അങ്ങനെയും ഇങ്ങനെയും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രസംഗങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. വ്യാപകമാണ് നമ്മളുടെ. സമീപകാലത്ത് ഞങ്ങളൊരു സംവാദത്തിന് തന്നെ ഇങ്ങനെയുള്ള 1-2 പേരെ വിളിച്ചിട്ട് അവർ ആ സംവാദത്തിന് പോലും വന്നില്ല. ചോദിക്കാനാണ് അവരോട് ഇതിൻ്റെ ആധികാരികത എന്താണ്, ശാസ്ത്രീയത എന്താണ്, അതിൻ്റെ ദൈവശാസ്ത്രം. ആ പരിപാടിക്ക് വരാത്ത ആളുകളാണിത് ജനത്തെ ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുവന്നത്. വളരെ വ്യക്തമായി ജനത്തോട് പറയുന്നു, അങ്ങനെയുള്ള സംഭ്രമജനകമായ ആശയക്കുഴപ്പങ്ങളിൽ ആരും ചാടരുത്. വചനത്തിൽ ഉറച്ചു നിന്നോണം, പ്രമാണത്തിൽ ഉറച്ചു നിന്നോളം. ദൈവം നമുക്ക് ഒരു കൃത്യമായ വചനം നൽകിയിട്ടുണ്ട്, പ്രമാണം നൽകിയിട്ടുണ്ട്. പൗലോസ് പറഞ്ഞു, ആ വാക്കിനാലോ എഴുത്തിനാലോ ഞാൻ നിങ്ങൾ കൈമാറിയ വചനത്തിൽ ഉറച്ചു നിൽക്കുക. സ്തോത്രം. നിങ്ങളുടെ ബിംബങ്ങൾ തകരുന്നുണ്ടാകും, മിണ്ടാതിരിക്കുന്നത് എനിക്കറിയാം. ആൾ ദൈവങ്ങളെ പൂജിക്കുന്നവരൊക്കെ അനുഭവിക്കും. സ്തോത്രം. വ്യക്തിപൂജ അവസാനിപ്പിക്കണം. പേഴ്സണാലിറ്റി കൾട്ടുകളുടെ പിന്നാലെ
പോകുന്നത്. ഇന്നലെ പറഞ്ഞ കൊരിന്ത്യത്തിലാണല്ലോ പ്രസംഗിച്ചത്. കൊരിന്ത്യ സഭയുടെ ഏറ്റവും വലിയ ദുരന്തം പേഴ്സാറ്റി കൾട്ടുകളെ അവരോധിച്ചതാണ്. അപ്പോസ്തലന്മാരുടെ പദവി എന്തെന്നറിയാതെ ക്രിസ്തുവിന് പകരം അപ്പോസ്തലന്മാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് പേഴ്സാറ്റി കൾട്ടുകളുടെ പിന്നാലെ പോയി സഭയ്ക്കകത്ത് ഗ്രൂപ്പിസം ഉണ്ടാക്കിയ കൊരിന്ത് സഭയോട് പരിശുദ്ധാത്മാവ് അവസാനം പറഞ്ഞത് വിശ്വാസത്തിലിരിക്കുന്നു എന്ന് ശോധന ചെയ്യുവീൻ. എല്ലാ കൃപാവരുള്ള സഭയോടെ പറഞ്ഞത് നിങ്ങൾ വിശ്വാസത്തിലാണോ? ഇന്റലക്ച്വൽ ഫെയ്ത്തിനെ കുറിച്ചല്ല, പ്രാക്ടിക്കൽ ഫെയ്ത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. വിശ്വാസത്തിലിരിക്കുന്നു എന്ന് ശോധന ചെയ്യുവീൻ. അനുഭൂതിയിൽ അഭിരമിച്ച സഭ എക്സസി, ഹർഷോന്മാദമല്ല ഉണർവ്. എക്സസി ആൾക്കൂട്ടത്തിന്റെ ഉന്മാദമല്ല ഉണർവ്. ഉണർവ് റാഡിക്കലാണ്. എൻ്റെ ഒരു വേറെ വീഡിയോ വരുന്നുണ്ട്. ഉണർവ് എന്തുകൊണ്ട്? ഉണർവിന് എന്തുകൊണ്ട് കണ്ടിന്യൂറ്റി ഇല്ല? ഉണർവിന് എന്തുകൊണ്ട് തുടർച്ചയില്ല? ഇന്ന് വലിയ ഉണർവാന്ന് പറയും, പക്ഷെ നാളെ രാവിലെ ആൾ ഉറങ്ങുന്ന എന്തുകൊണ്ട്? അത് പ്രസക്തമായ സംവാദമാണ്. അതുകൊണ്ട് അതിവൈകാരികതയും ആൾക്കൂട്ടത്തിന്റെ എടുത്തണിന്ന ഉന്മാദമല്ല ഉണർവ്. ഉണർവ് റാഡിക്കലാണ്, അടിസ്ഥാനപരമാണ് ഉണർവ്. ഉണർവ് നമ്മൾ പറയും, പക്ഷെ ഉണർവിന് എന്തുകൊണ്ട് തുടർച്ചയുണ്ടാകുന്നില്ല? അതാണ് പ്രസക്തമായ എൻ്റെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് ആ ഉണർവ് തുടരുന്നില്ല? അതിന് കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് ഉണർവ് നിലനിൽക്കുന്നില്ല, തടസ്സപ്പെട്ടു നിൽക്കുന്നു? അതിനർത്ഥം ആ ഉണർവ് ബിബ്ലിക്കൽ അല്ലെന്ന് എൻ്റെ അർത്ഥം. ഞാൻ സഭാചരിത്രം പഠിപ്പിക്കുന്ന ഒരാളാണ്. ഉണർവുകളുടെ ചരിത്രവും മോഡേൺ പെന്തിക്കോസ്റ്റൽസിന്റെ ചരിത്രവും ഏൻഷ്യന്റ് ചർച്ച് ഹിസ്റ്ററിയും മോഡേൺ ചർച്ച് ഹിസ്റ്ററിയും മിഡീവൽ ചർച്ച് ഹിസ്റ്ററിയും എല്ലാം നോട്ടില്ലാതെ പഠിപ്പിക്കുന്ന ആളാണ്. ഉണർവുകളുടെ ചരിത്രം ഇങ്ങനെയല്ല. 1.25 മണിക്കൂർ 2.25 മണിക്കൂർ പാട്ട് സംഘം പറയുമ്പോൾ അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തുന്നതിൻ്റെ പേരല്ല റിവൈവൽ. വെയിൽസിലെ ഉണർവെന്ന് പറയുന്നത് ട്രാഫിക് പോലീസുകാർ അന്വേഷണം പറഞ്ഞതാണ്. ട്രാഫിക് പോലീസുകാർ അന്വേഷണം പറഞ്ഞതാണ്. സ്കോട്ട്ലൻഡിലെ പത്രങ്ങളിൽ വാർത്ത വന്നു വെയിൽസിൽ ഉണർവാണെന്ന്. അത് കാണാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ വെയിൽസിലെത്തിയപ്പോൾ ട്രാഫിക് പോലീസുകാർ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ട്രാഫിക് നിയന്ത്രിക്കുന്നു. ഇതാണ് ഉണർവ്. വന്നിട്ടൊരു സ്വോത്രം പോലും പറയാത്തത് മനസ്സിലാക്കിക്കോണം. ഇതിന്റെ പേര് പെന്തിക്കോസ് എന്നല്ല. പെന്തക്കോസ് എന്ന് പറയുന്നത് വിവിധങ്ങളായ നവോത്ഥാന ഗ്രൂപ്പുകൾക്ക് ശേഷം സഭാചരിത്രത്തിന്റെ ഏറ്റവും പുതിയ മൂവ്മെന്റാണ് പെന്തിക്കോസ് മൂവ്മെന്റ്. ഏറ്റവും നവീനവും പുതിയതുമായൊരു മുന്നേറ്റമാണ് പെന്തക്കോസ് എന്ന് പറയുന്നത്. പെന്തക്കോസ്തുകാരല്ല ആദ്യം അന്വേഷണം പറഞ്ഞത്. ക്വൈക്കേഴ്സ് പറഞ്ഞവരാണ്, ഷെയ്ക്കേഴ്സ് പറഞ്ഞവരാണ്, പ്യൂരിറ്റൻസ് പറഞ്ഞവരാണ്, പയറ്റിസം പറഞ്ഞവരാണ്, റാഡിക്കൽ റിസർവേഷൻ ഗ്രൂപ്പ് പറഞ്ഞതാണ്. അവരെല്ലാം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ധാരണ സഭാചരിത്രം അറിയാത്തതുകൊണ്ടാണ് നമ്മൾ മാത്രമാണ് അന്യഭാഷ പറഞ്ഞു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. റോഡിൽ കൂടെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് പോയവരെ നാട്ടുകാരെ വിളിച്ച പേര് ലൊല്ലാഡ്സ് എന്നാണ്. ഇരട്ടപ്പേരാണ് ലൊല്ലാഡ്സ് എന്ന് പറഞ്ഞാൽ പുലമ്പുന്നവർ. റോഡിൽ കൂടെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. രണ്ടാമത്തെ പാട്ട് എഴുന്നേറ്റ് നിർത്തി പാടുമ്പോൾ അതിന്റെ 4ാമത്തെ ചാൻസ് ആഞ്ഞു പിടിക്കുമ്പോൾ പറയുന്ന പേരിന്റെ പേരല്ല ഗ്ലോസാലാലി അന്യഭാഷ, അതിന്റെ പേരല്ല റിവൈവൽ. അത് നമ്മൾ മനസ്സിലാക്കണം. റോഡിൽ കൂടെ അന്യഭാഷ പറഞ്ഞുകൊണ്ടുപോയ ഗ്രൂപ്പിന്റെ പേര് ലൊല്ലാഡ്സ്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ വെയിൽസിൽ ഉണർവ് കാണാനാണ് വന്നത്. അപ്പൊ ആ ട്രാഫിക് പോലീസുകാരൻ പറയുകയാണ്, 2 കൈയും നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞു, വെയിൽസിലെ ഉണർവ് ഈ നെഞ്ചിനകത്താണ്. ഇരമ്പി ആർക്കുന്ന തിരമാല പോലെ ഈ ഹൃദയത്തിനകത്താണ് ഈ ഉണർവ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതാണ് വെയിൽസിലെ ഉണർവ്. അസൂസ സ്ട്രീറ്റിലെ ഉണർവ് എന്ന് പറഞ്ഞ് ജനം റോഡിക്കട നൃത്തം ആശീർവാദം പറഞ്ഞിട്ട് ജനക്കൂട്ടം പോകുന്നില്ല. ഇപ്പോഴും അതിന്റെ രേഖാചിത്രങ്ങളുണ്ട്. ജനം റോഡിക്കട നൃത്തം ചവിട്ടുകയാണ്, ഉരുളുകയാണ്, ഏങ്ങലടിക്കുകയാണ്, കരയുകയാണ്. പാപബോധമുണ്ടാകും ഭജനം കേൾക്കുമ്പോൾ, പശ്ചാത്താപമുണ്ടാകും, ക്ഷമ പറയും, കേസ് പിൻവലിക്കും. അതിന്റെ പേരാ ഉണർവ്. വലിയ ഉണർവാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പഴയ പരിപാടികളാണ് തുടരുന്നെങ്കിൽ അതിന്റെ പേര് ഉണർവെന്നല്ല, ഹർഷോന്മാദം എന്നാണ്. അതിന്റെ പേര് എക്സസി എന്നാണ്. അതിന്റെ പേര് ആൾക്കൂട്ടത്തിന്റെ ഉന്മാദം എന്നാണ്. അതിന്റെ പേര് പെരുവിലെ ഭ്രാന്തം എന്നാണ് അതിന്റെ പേര്. എന്നാൽ വചനപ്രകാരം ഉണർവാണെങ്കിൽ ഇന്ന് രാത്രി ക്ഷമ പറയും, കേസ് പിൻവലിക്കും, രാഷ്ട്രീയം അവസാനിപ്പിക്കും, പശ്ചാത്താപമുണ്ടാകും, പാപബോധമുണ്ടാകും. അതാണ് ചാൾസ് ഫിന്നിയുടെയും യോനാഥാൻ എഡ്വേർഡിന്റെയും ജോൺ വെസ്ലിയുടെയും ഒക്കെ കാലത്ത് ഉണർവെന്ന് പറയുന്നത്. ക്ലീലാൻഡിൽ ഉണർവെന്ന് പറയുന്നത് സർക്കസ് കൂടാരം പൂട്ടിയതിൻ്റെ പേരാണ്. സർക്കസ് കാണാൻ ഒരു ഫാമിലി വന്നു. ഷോ ഇല്ല, സർക്കസ് കൂടാരം എല്ലാം പൂട്ടിയിരിക്കുന്നു. ഒരു വാട നിൽപ്പുണ്ട്. എന്താ ഷോ ഇല്ല? നിങ്ങൾ അറിഞ്ഞില്ല സംഭവം? എത്ര ആഴ്ചകളായി ഷോ നടന്നിട്ട്? എന്താ സംഭവം? ക്ലീലാൻഡിൽ ഉണർവ് നടക്കുകയാണ്. നാട്ടുകാരെല്ലാം, ചെറുപ്പക്കാരെല്ലാം ക്ലീലാൻഡിലേക്ക് പോയിരിക്കുകയാണ്. പിടികിട്ടിയോ? ക്ലീലാൻഡിലെ ഉണർവ് സർക്കസ് കൂടാരം പൂട്ടിയതാ. ഒറിജിനലായിട്ട് ഉണർവ് നടന്ന ഇവിടെ ബാറുകൾ പൂട്ടും. പ്രൈസ് ദി ലോർഡ്.
അത് കൃത്യമായി മനസ്സിലായി. ഇതാണ് സഭാചരിത്രം. ഞാൻ ഹിസ്റ്ററി ഉദ്ദേശിക്കുന്നതിന് കാരണം അതാണ്. ലെഗസിയിൽ അഭിരമിച്ചാൽ പോരാ. പെന്തിക്കോസിന്റെ ചരിത്രം ഇതാണ്. മോഡേൺ പെന്തിക്കോസിന്റെ ചരിത്രം ഇതാണ്. അസൂസ സ്ട്രീറ്റിലും വെയ്സിലും ടൊപ്പോക്കയിലും ക്ലീലാൻഡിലും പെൻസിക്കോളയിലും ഒക്കെ ഉണ്ടായ ഉണർവിന്റെ ചരിത്രം അതാണ്. പച്ചക്കാടുകളെ കപ്പിച്ച് ആ ഉണർവിന്റെ ചരിത്രം മനസ്സിലാക്കി ആ ഉണർവിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടുവരണമെന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളെല്ലാം ഞാൻ ഉണർവുകളുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പഠിക്കുകയും വായിക്കുകയും ചെയ്യുകയാണ്. ഒന്നുകൂടെ എന്തെല്ലാം സംഭവങ്ങളാണ്. കൃപാവരങ്ങളുടെ പ്രദർശനം, പോലീസ് കേസ് പോലും കുറയുക ചില സ്റ്റേഷനുകളിൽ. അപ്പൊ സഭയ്ക്കകത്ത് ഈ സ്ക്വയർ ഫീറ്റിനകത്ത് നടക്കുന്ന പരിപാടിയുടെ പേരല്ല, രാജ്യത്തെ മുഴുവനായി റാഡിക്കലായിട്ട് സ്വാധീനിക്കുന്നു. അതുകൊണ്ടല്ലേ ക്രൈം കുറഞ്ഞത്, അതുകൊണ്ടല്ലേ വിളവെടുപ്പ് കൂടിയത്, GDP ഗ്രോത്ത് ഉണ്ടായത്. നിങ്ങൾ ഉണർവെന്ന് പറഞ്ഞ സോക്കോട് ഉണർന്ന കുമ്പനാട് വാങ്ങിച്ചോണ്ട് വരുന്ന, അല്ലെങ്കിൽ ശിവകാശി ഇത് വാങ്ങിച്ചോണ്ട് വരുന്ന, മാർത്താണ്ഡത്ത് വാങ്ങിച്ചോണ്ട് തമ്പർ തല്ലിപ്പൊട്ടിക്കുന്നതിന്റെ പേരല്ല ഉണർവ്. വചനത്തിലേക്കുള്ള മടങ്ങി വരവാണ്. ഇന്ന് രാത്രി വചനത്തിലേക്ക് മടങ്ങി വരാ, ദൈവകൃപയിലേക്ക് മടങ്ങി വരാ, തിരുവഴുത്തിലേക്ക് നമുക്ക് മടങ്ങി വരാ. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ വചനത്തിലേക്ക് ഒന്ന് മടക്കി വരുത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹോളിനെസ് മൂവ്മെന്റുകാർ ചൂയിങ്കം ചവയ്ക്കാത്തവരായിരുന്നു. മനസ്സിലായോ? ഹോളിനെസ് മൂവ്മെന്റ് നമുക്ക് തൊട്ടുള്ള മൂവ്മെന്റാണ്. പെന്തക്കോസിന്റെ അപ്പൻ ഹോളിനെസ് മൂവ്മെന്റും വല്യപ്പൻ മെത്തഡിസ്റ്റ് മൂവ്മെന്റുമാണ്. മനസ്സിലാക്കണം. അതാണ് ചൂയിങ്കം ചവയ്ക്കാത്തവർ, കൊയ്ക്കേഴ്സ് വിറയ്ക്കുന്നവരെന്നാണ്. ഒരു സ്തോത്രം പറയിപ്പിക്കണമെങ്കിൽ ഞാൻ പറയണം. ഞാൻ പറയുന്നില്ല, അറിയാമില്ല. സ്തോത്രം. നാട്ടുകാർ വിളിച്ചവരാണ് വിറയ്ക്കുന്നവർ, വിറച്ചോടെ നടക്കുന്നത്. അത്രയ്ക്ക് ആത്മപ്രവേശിതരായിരുന്നു കൊയ്ക്കേഴ്സ്, ഷെയ്ക്കേഴ്സ്. ഇതെല്ലാം ഗ്രൂപ്പുകളാണ്, നവോത്ഥാന ഗ്രൂപ്പുകളാണ്. 1517 ഒക്ടോബർ മാസം 31 മാർട്ടിൻ ലൂഥറിന്റെ നേതൃത്വത്തിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനത്തിന് ശേഷം ജർമ്മനിയിൽ ആരംഭിച്ച യൂറോപ്പിൽ ആകമാനം കെട്ടഴിച്ചു വിട്ട ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച നവോത്ഥാനത്തിന് തുടർച്ചയായി ഒട്ടനവധി ഗ്രൂപ്പുകൾ ഉണ്ടായി. ആ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ടാണ് 1901 ചാൾസ് ബ്രഹാമിന്റെ ഹൈസ്കൂളിൽ 5-8 കുട്ടികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആഗ്നസ് ഓസ്മാൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ് ആധുനിക പെന്തിക്കോസിന്റെ, മോഡേൺ പെന്തിക്കോസിന്റെ തുടക്കമെങ്കിൽ പെന്തിക്കോസ് ഇങ്ങനെ വായും പൂട്ടിയിരിക്കുന്ന മാർഗത്തിന്റെ പേരല്ല, ആരെങ്കിലും പറയാൻ കാത്തിരിക്കുന്ന മാർഗമല്ല. നാട്ടുകാർ കുലുങ്ങുന്നവരെന്ന് വിളിച്ച്, നാട്ടുകാർ പരിശുദ്ധാത്മാവിന്റെ ചാലക ശക്തികളെന്ന് വിളിച്ച് ഒരു ശക്തിയുടെ വാഹകരാണ് പെന്തിക്കോസ്. ഇനിയൊരു മൂവ്മെന്റ് ഉണ്ടാവും. 100 വർഷമായല്ലോ. 100 വർഷം എന്ന് പറയുന്ന അടുത്ത മൂവ്മെന്റിലേക്ക് പോകുന്നൊരു ജംഗ്ഷനാണ്. അതിനെക്കുറിച്ചെല്ലാം ഞാൻ വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്. ഇവരുടെ ജനറൽ കൺവെൻഷന്റെ പ്രസംഗം അതായിരുന്നു, ബിയോണ്ട് പെന്റക്കോസ്റ്റലിസം, പെന്തിക്കോസിന് ശേഷമുള്ള മൂവ്മെന്റിനെ കുറിച്ച്. സ്തോത്രം. 100 വർഷം 140 വർഷമുള്ള ആയുസ്. 70 വർഷമാകുമ്പോൾ ജീർണത ഉച്ചസ്ഥായിലാകും. 100 വർഷമാകുമ്പോൾ ആന്തരികമായ ദൗർബല്യം കൊണ്ട് അത് സ്വയം തകരും. എന്നിട്ട് ഒരു പുതിയ മൂവ്മെന്റ് ഉണ്ടാകും. അങ്ങനെയാണ് നവോത്ഥാനങ്ങളെല്ലാം ഉണ്ടായത്. അടുത്തൊരു മുന്നേറ്റത്തിന് വേണ്ടി സഭ തയ്യാറെടുക്കുകയാണ്. റെക്ടിഫിക്കേഷൻ തയ്യാറായില്ലെങ്കിൽ, കാലോചിതമായ റെക്ടിഫിക്കേഷൻ തയ്യാറായില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിനെ ഇറങ്ങി പ്രവർത്തിക്കാൻ സഭയ്ക്കകത്ത് അവസരം കൊടുത്തില്ലെങ്കിൽ, ആന്തരികമായ ദൗർബല്യങ്ങൾ കൊണ്ട് വരണ്ടുണങ്ങി ആത്മപ്രചരണമില്ലാതെ പോയ സഭകൾ അത് തകർന്ന് തരിപ്പണമാകുകയും ഇന്ന് രാത്രി കാര്യം പറഞ്ഞ് പുതിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്യും. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ ഉപയോഗിക്കണമെന്ന് എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? പ്രൈസ് ദി ലോർഡ്. അതാണ് അതിന്റെ ഹിസ്റ്ററി. എങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനം ഉണ്ടായത്? നവോത്ഥാനങ്ങളുടെ ചരിത്രം നിങ്ങൾ നോക്കൂ. അതേ നാൾ ഇതിന് ആയുസ് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് മുന്നേറ്റങ്ങൾ, പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനങ്ങൾക്കെല്ലാം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ്. യൂറോപ്പിലെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. പള്ളിയൊക്കെ ഉച്ച കഴിഞ്ഞ് ബാറാണ്, വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുന്നില്ല. 2-3 അമ്മച്ചിമാർ വന്നിരിക്കും, അവരങ്ങ് പോകും. അവരെത്ര നാൾ വന്നിരിക്കും, പിള്ളേരൊന്നും സഭയിൽ വരുന്നില്ല. പള്ളികൾ വിൽപ്പനയ്ക്ക്. പ്രൊട്ടസ്റ്റന്റിസം നേരിടുന്ന പ്രശ്നമാണ്. വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ശിംശോൻ പ്രാർത്ഥിച്ച പോലെ 2 കണ്ണിനും പ്രതികാരം ചെയ്യാൻ ഒരിക്കൽ കൂടി ശക്തി വേണം. കരച്ചില് മാത്രമേ ഉള്ളൂ ഒറ്റ മാർഗം. വചനത്തിലേക്കുള്ള മടങ്ങിവരവ് മാത്രമാണ് ഒറ്റ മാർഗം. ദൈവവചനത്തിലേക്ക് ഞങ്ങളെ മടക്കി കൊണ്ടുവരണമേ. അതാണ്. സമീപകാലങ്ങളിലെല്ലാം ഞാൻ പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട്, വില്യം മക്ഡൊണാൾഡിന്റെ അപജയങ്ങൾ. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. വില്യം മക്ഡൊണാൾഡ് അദ്ദേഹം പറയുന്ന സഭയുടെ അപജയങ്ങളെക്കുറിച്ച്. 5 M ആണ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ. 5 M. 1 മാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. ഒരു മനുഷ്യനിലാണ് ഇത് തുടങ്ങുന്നത്. ഒരു മനുഷ്യനാണ് ദൈവം മിഷൻ കൊടുക്കുന്നത്. അത് ചാൾസ് ബ്രഹാം ആകാം, വില്യം സെയ്മൂർ ആകാം,
അത് ജോൺ ഫോക്സ് ആകാം, അത് കെ എബ്രഹാം ആകാം, RF കുക്ക് ആകാം, CS മാത്യു ആകാം, ജോൺ അയ്യ പിള്ളയാകാം, അത് PJ ഡാനിയൽ ആകാം, PJ തോമസ് ആകാം. ആരെങ്കിലും ഒരു വ്യക്തിയിലാണെന്ന് തുടങ്ങുന്നത്. അങ്ങനെയാണ് തൊട്ടുണർത്തും. അതാണ് മനുഷ്യൻ. രണ്ടാമത്തെ സ്റ്റേജ് മിഷനാണ്. വ്യക്തിയിൽ നിന്ന് ഒരു സമാന തരംഗ ദൈർഘ്യമുള്ള ഒരു ചെറു ഗ്രൂപ്പായി ഇത് വികസിക്കും. ഇതൊരു മിഷനായി മാറും, ഇതൊരു ദൗത്യമായി മാറും. ഈ ദൗത്യം ട്രാൻസ്ലേറ്റ് ലെവലിലേക്ക് പ്രസരിക്കും. ഇതൊരു മഹാദൗത്യമായി, ഇത് വലിയൊരു ശക്തമായൊരു ദൗത്യമായി, മിഷനായി രണ്ടാമത്തെ സ്റ്റേജ് മാറും. മൂന്നാമത്തെ സ്റ്റേജ് മലവെള്ളപ്പാച്ചില് പോലെ ഇതൊരു മൂവ്മെന്റായി, അടുത്ത മൂന്നാമത്തെ മൂവ്മെന്റായി മാറും, ഒരു മുന്നേറ്റമായി മാറും. ആർക്കും തടഞ്ഞു വെക്കാൻ കഴിയാത്ത വിധം ഭരണകൂട ഭീകരതകളെ മറികടന്ന്, പ്രതിസന്ധികളെ മറികടന്ന്, പേഴ്സിക്യൂഷനെ മറികടന്ന്, തടസ്സങ്ങളെ മറികടന്ന്, വംശഭരണകൂടങ്ങളുടെ ഭീകരമായ പീഡനങ്ങളെ മറികടന്ന് ഈ മുന്നേറ്റം ശക്തമായി മുന്നിട്ടു. അപ്പൊ ആദ്യത്തെ ഇത് എഴുതുന്ന 1-2 പേരൊക്കെ ഉണ്ട്. പെന്തക്കോസ്തുകാർ ഇവരെ സർവ്വജ്ഞാനകോശമാണ്, എഴുത്തുമില്ല, ഡയറി ഒന്നുമില്ല. പക്ഷേ സ്തോത്രം, മൽക്കീസദേക്കാരാ ചോദിച്ചാൽ അറിയത്തില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ തിരുത്തി മുന്നോട്ട് പോകണം. അല്ല സിസ്റ്റം ഇത് തിരുത്തും. അറിയാവോ, നമുക്ക് ഈ ഡൈജസ്റ്റ് നടന്നില്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുമല്ലോ. അതുപോലെ ഈ സിസ്റ്റത്തിന് പറ്റില്ലെങ്കിൽ ഈ ബോഡി തന്നെ പുറത്താക്കിക്കോളും. ആരും പുറത്താക്കണം, പിടികിട്ടി കാണും. സഭയ്ക്ക് ഒരു ഫങ്ഷൻ ഉണ്ട്, മനസ്സിലായി? ഇതിനകത്ത് മര്യാദയ്ക്ക് നിന്നെങ്കിൽ ഈ സിസ്റ്റം നിന്നെ വലിച്ചെറിഞ്ഞോളൂ. പ്രൈസ് ദി ലോർഡ്. അത് ബോഡിയുടെ ഒരു ഫങ്ഷനാണത്. അതുകൊണ്ട് ആരെ പുറത്താക്കണ്ട. സിസ്റ്റത്തിന് അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ട്. സിസ്റ്റം ആളെ തള്ളും. അങ്ങനെ നമ്മൾ ഒമിറ്റ് ചെയ്യുന്നത്. അതുപോലെ പുറത്തു പോകും, പിന്നെ തട്ടുപുറത്തിരിക്കും. ഈ സീസണിൽ കാണാനില്ലല്ലോ. അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായി അത് മനസ്സിലാക്കണം. ഇത് രാത്രി അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പം അതുകൊണ്ട് മനുഷ്യൻ ഒരാളിൽ ആരംഭിച്ച് മിഷൻ മൂവ്മെൻ്റായി. നാലാമത്തെ സ്റ്റേജ് മെഷീനാണ്, അപകടകരമായ സ്റ്റേജ്. വില്യം മക്ഡൊണാൾഡ് പറയുന്നത് സഭ ഇപ്പോൾ കടന്നു പോകുന്നത് 4ാമത്തെ സ്റ്റേജിലൂടെയാണ്. മെഷീൻ, യന്ത്രം, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും. യോഗങ്ങൾ, കൺവെൻഷനുകൾ, ജൂബിലികൾ, ക്യാമ്പുകൾ, പരിപാടികൾ, ജൂബിലി കൂട്ടങ്ങൾ, പരിപാടി കമ്മിറ്റി, എല്ലാ പരിപാടിയും ഇങ്ങനെ നടക്കും. എണ്ണയിട്ട ഫംഗ്ഷൻ എല്ലാം നടക്കും, ഒരു കുറവില്ല. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാലും ഈ കുറച്ചുകൂടെ കറങ്ങും. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടെന്ന് അറിയില്ല. ഏതെങ്കിലും ഒരു ബുദ്ധിമാൻ ആ കൂട്ടത്തിൽ കാണുമല്ലോ, അവൻ അറിഞ്ഞാൽ അവൻ കൈകൊണ്ട് ഇത് കറക്കും. അപകടകരമായ സ്റ്റേജ്, യാന്ത്രികമായ സ്റ്റേജ്, ആത്മാവില്ലാത്ത ജഡമയത്വം. ഈ അവസ്ഥയിലൂടെയാണ് മെഷീൻ, യന്ത്രം കടന്നു പോകുന്നത്. ആ സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ സഭ പോകുന്നതെന്നാണ് വില്യം മക്ഡൊണാൾഡിൻ്റെ നിരീക്ഷണം. അവസാനത്തെ സ്റ്റേജ് മോനുമെന്റ്, MONUMENT. മോനുമെന്റ് എന്ന് പറഞ്ഞാൽ സ്മാരകം. അവസാനത്തെ യന്ത്രത്തിൻ്റെ സ്റ്റേജിൽ നിന്ന് സഭയ്ക്കൊരു മാനസാന്തരം ഉണ്ടായില്ലെങ്കിൽ, യന്ത്രത്തിൻ്റെ സ്റ്റേജിൽ നിന്ന് മെഷീൻ എന്ന് പറയുന്ന ഈ സ്റ്റേജിൽ നിന്ന് സഭ 2ാമത്തെ സ്റ്റേജായ മിഷനിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് സ്മാരകമാണ്. നാഷണൽ ഹൈവേയുടെ MC റോഡിൻ്റെയും വഴിവക്കുകളിൽ ഒരു പൈതൃക സ്മാരകമായി സഭാ ഹാളുകൾ കാണാതിരിക്കേണ്ടതിന് ഇന്ന് രാത്രി പറയുന്നു, 2ാമത്തെ സ്റ്റേജായ മിഷനിലേക്ക് മടങ്ങി വരിക, വചനത്തിലേക്ക് മടങ്ങി വരിക, ദർശനത്തിലേക്ക് മടങ്ങി വരിക. മിഷന് പുഴുക്കത്തുണ്ടായി, ദർശനത്തിന് അപജയമുണ്ടായി, യന്ത്രമായി മാറി, ആത്മീയ പ്രജനനം നടക്കാതെ വരണ്ടുണങ്ങി. ഒരു വല്ലാത്ത അവസ്ഥ. ചെറുപ്പക്കാർ സഭ വിട്ടുപോകുന്നത് നെഞ്ചത്തടിച്ച് കാര്യയുടെ കഥയില്ല. എങ്ങനെ ഇതിനകത്ത് നിൽക്കും? ഈ വളിച്ച സാക്ഷ്യവും പ്രബോധനവും ജനറൽ ബോഡിയും ഒക്കെ കണ്ടിട്ട്, ഈ മൂപ്പന്മാരുടെ ഭരണം കണ്ടിട്ട്, പൊളിറ്റിക്സ് കണ്ടിട്ട്, സ്തോത്ര പൊതുയോഗമായതുകൊണ്ട് ഞാൻ കൂടുതലായി ഒരു ആത്മവിമർശനത്തേക്ക് തയ്യാറാകുന്നില്ല. ഇന്ന് രാത്രി പ്രിയമുള്ളവര്, അത് കരഞ്ഞിട്ട് കഥയില്ല. സ്തോത്രം. ആ രീതിയിലേക്ക് അത് ഉണ്ടാകണമെങ്കിൽ ഒറ്റ മാർഗ്ഗമുള്ളൂ, മിഷനിലേക്ക് മടങ്ങി വരണം, വചനത്തിലേക്ക് മടങ്ങി വരണം. അല്ലെങ്കിൽ സ്മാരകമാകും. അതിന്റെ തെളിവുണ്ട് ബൈബിളിൽ. ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി വീരപ്രവൃത്തികൾ ചെയ്തു, ഞങ്ങൾ പ്രവചിച്ചു. അതിന്റെ താഴെ പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് യേശു പറഞ്ഞു. അത് ആ അവസാനത്തെ സ്റ്റേജാണ്. അങ്ങനെ പറയാതിരിക്കേണ്ടതിന് പൈതൃക സ്മാരകമായി, ഹെറിറ്റേജ് സെന്ററുകളായി സഭകൾ മാറാതിരിക്കേണ്ടത് ഇന്ന് രാത്രി ദൗത്യത്തിലേക്ക്, ദർശനത്തിലേക്ക് മടങ്ങി വരാം. പിതാക്കന്മാരുടെ കാഴ്ചപ്പാടുകളിലേക്ക് മടങ്ങി വരാം. അപ്പോസ്തലിക ഉപദേശങ്ങളിലേക്ക് മടങ്ങി വരാം. വചനത്തിന്റെ വിശുദ്ധിയിലേക്ക് മടങ്ങി വരാം.
അപകടകരമായൊരു നിലയെ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ പഴയ ലജസിയിൽ അഭിരമിച്ചിട്ട് ലീഗലിസത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. ലജസി അറിയാമല്ലേ? അത് ആസൂസ സ്ട്രീറ്റിലെയും വെയിൽസിലെയും ടൊപ്പോക്കയിലെയും കാൻസാൻ സിറ്റിയിലെയും പെൻസിക്കോളയിലെയും ക്ലെയ്ലാൻഡിലെയും പൂവത്തൂരെയും പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷനിലെയും തിരുനെൽവേലിയിലേക്ക് ഉണർവിൻ്റെ പഴയ ചരിത്രം പറഞ്ഞ് ആ ചാരത്തിലെങ്ങനെ ഇരിക്കുകയാണ്. അതാ ലജസി. അത് പറഞ്ഞുകൊണ്ട് ലീഗലിസത്തിൽ കുടുങ്ങി കിടക്കുക. പാരമ്പര്യവാദങ്ങളിൽ ലീഗലിസത്തിൽ കുടുങ്ങി കിടക്കുകയാണ്. റിവൈവലിന് പകരം സഭ സർവൈവ് ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും മെയിൻ്റനൻസ് ആണ് വിഷയം. എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കസ്റ്റോഡിയൻസ് ആയിട്ടിരിക്കാനല്ല ലീഡേഴ്സിനെ ദൈവം വിളിച്ചിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കസ്റ്റോഡിയൻ ആകാനല്ല വിളിച്ചിരിക്കുന്നത്. മെയിൻ്റനൻസ് നടത്താനല്ല, ദൗത്യത്തിലേക്ക് സഭയെ നയിക്കാൻ, മിഷനിലേക്ക് സഭയെ നയിക്കാൻ, ഉണർവിലേക്ക് സഭയെ നയിക്കാൻ. സ്തോത്രം. ഇന്ന് സർവൈവ് ചെയ്യാണ്. ഇന്ന് പുതിയ സഭ സ്ഥാപിക്കുന്ന നല്ല ബുദ്ധിമുട്ട്. പുതിയ പഠനങ്ങളാണ് പറയുന്നത്. കണ്ണൂർ പുതിയ സഭ സ്ഥാപിക്കുന്ന നല്ല ബുദ്ധിമുട്ട്. കാസർഗോഡ് പുതിയ സഭ സ്ഥാപിക്കുന്ന നല്ല ബുദ്ധിമുട്ട്. ഛത്തീസ്ഗഡിൽ ചർച്ച് പ്ലാനിങ് നടത്തുന്ന നല്ല ബുദ്ധിമുട്ട്. ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 70 വർഷമായ സഭ മെയിൻറ്റെയിൻ ചെയ്യുന്ന മിഷനെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. കണ്ണൂർ സഭ സ്ഥാപിക്കാൻ പോയി 2 അടി അടിക്കും നമ്മളങ്ങ് കൊള്ളും, മിഷന്റെ ഭാഗമാണ്. കാസർഗോഡ് സഭ സ്ഥാപിക്കാൻ പോയ 2 ദിവസം പട്ടിണി കിടക്കണമായിരിക്കും. അതങ്ങ് മാറും. ഛത്തീസ്ഗഡിൽ മതം മാറിയ അരി കൊടുക്കത്തില്ല, അതും സഹിക്കാം. പക്ഷേ 70 വർഷമായ സഭയുടെ കാര്യം കഷ്ടമാണ്. ഞാൻ ലിസ്റ്റ് തരാം, നിങ്ങൾ അന്ന് അന്വേഷിച്ചാൽ മതി. നിങ്ങൾ കുമ്മനാടും മുളക്കടയിലും ഒക്കെ പോയി ഈ 100 വർഷമായ സഭയുടെ ലിസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അറിയാം ഓവർസർമാർക്കും നേതാക്കന്മാർക്കും ബുദ്ധിമുട്ട് സഭ സ്ഥാപിക്കുന്നതാണോ 70 വർഷമായ സഭ മെയിൻറ്റെയിൻ ചെയ്താണോ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് വിഷയം. വരണ്ടുണങ്ങി ആത്മപ്രചരണം നടക്കാതെ, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കാതെ, കൃപാവരങ്ങളെ സഭാ വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരിക, കൃപാവരങ്ങളിലേക്ക് മടങ്ങി വരിക, വചനത്തിലേക്ക് മടങ്ങി വരിക. അടുത്ത 25 വർഷം ഒരു അന്താരാഷ്ട്ര പഠനം ഞാൻ വായിച്ചതാണ്. അടുത്ത 25 വർഷം സഭയ്ക്ക് നിർണായകമാണ്. നമ്മുടെ സഭ ഇവിടെ ഉണ്ടാകുമോ? കർത്താവ് വരുമ്പോൾ പോകുന്ന കാര്യമല്ല. സഭയ്ക്കകത്ത് ആളുണ്ടാകുമോ ഇല്ലയോ? സഭയ്ക്കകത്ത് ആളുണ്ടെങ്കിലല്ലേ പോകുന്നത്. സഭയ്ക്കകത്ത് ആളുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കും അടുത്ത 25 വർഷം. ഒരു ഇന്റർനാഷണൽ സ്റ്റഡിയാണ്. പലയിടത്തും ഞാനത് എഴുതിയിട്ടുണ്ട്. ഒന്ന് മൈഗ്രേഷൻ വലിയ പ്രശ്നമാണ്. ചെറുപ്പക്കാരൊന്നും നാട്ടിലില്ല, പ്രായമുള്ളവർ കുറച്ച് പേര്. എത്ര നാളിങ്ങനെ പോകും സഭ പറ? അപ്പൊ അടുത്ത 25 വർഷം നിർണായകമാണ്. അതുകൊണ്ടൊരു കുതിപ്പിന് സഭ തയ്യാറായിക്കണം, മടങ്ങിയവരൊരു തയ്യാറായിക്കണം. പാസ്റ്റേഴ്സ്, ലീഡേഴ്സ്, ബിഷപ്പ് നേതാക്കന്മാർ കേൾക്കുന്നുണ്ടല്ലോ. ഈ സ്ഥലത്തും ഓൺലൈനിലൂടെ കേൾക്കുന്നവരുടെ ഇന്ന് രാത്രി പറയുന്നു, ഒരു ഉണർവിന് വേണ്ടിയുള്ള ഒരുക്കമുണ്ടാകണം, അതിനൊരു തയ്യാറെടുപ്പുണ്ടാക്കണം. ആ ഉണർവ് എൻ്റെ സഭയിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ പാസ്റ്ററിൽ, എന്നിലൂടെ ഉണ്ടാകണമെന്ന് ഇന്ന് രാത്രി ആരാഗ്രഹിക്കുമോ ആ ചെറിയ ഗ്രൂപ്പിനെ, ചെറിയ കൂട്ടത്തെ ദൈവം അതിനു വേണ്ടി ഉപയോഗിക്കും. ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന അസംതൃപ്തരെ അതറിയാമോ? 2 പേര് നമ്മൾ ഡിബേറ്റ് നടക്കുകയാണ് സഭയ്ക്കകത്ത്. ഒന്ന് സംതൃപ്തരും, മറ്റൊന്ന് അസംതൃപ്തരും. അസംതൃപ്തരാരെന്നറിയാവോ? ഈ സിസ്റ്റത്തിന്റെ ജീർണതയിൽ അസംതൃപ്തരായവർ, ഈ പോക്കിൽ താല്പര്യമില്ലാത്തവർ, വചനവിരുദ്ധമായ രീതികളിൽ താല്പര്യമില്ലാത്ത നിഷേധികളാണ് അസംതൃപ്തർ. സംതൃപ്തരാണെന്നറിയാമോ? ഇതെല്ലാം ഇഷ്ടപ്പെടുന്നവർ, ഇതിൽ സംതൃപ്തി അവർക്ക്. അസംതൃപ്തരും ഈ സംതൃപ്തരും തമ്മിൽ ഒരു വലിയ ആശയ സംഘർഷം സഭയ്ക്കകത്ത് നടക്കുന്നുണ്ട്. റിവൈവൽ ഉണ്ടാകാൻ പോകുന്നത്, സഭാചരിത്രം അറിയാതൊരു വ്യക്തിയല്ലേ ഞാൻ പറയുന്നു, റിവൈവൽ ഉണ്ടാകാൻ പോകുന്നത് അസംതൃപ്തരിലൂടെയാണ്. ഇതിനെതിരെ നിൽക്കുന്ന, ഈ സിസ്റ്റത്തിന്റെ ജീർണതയ്ക്കെതിരെ കൃത്യമായി നിഷേധ നിലപാടുമായി നിൽക്കുന്ന, ഇതിനോടൊന്നും യോജിപ്പില്ലാത്ത, താല്പര്യമില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ ഒരു കൂട്ടം ആളുകൾ സഭയ്ക്കകത്തുണ്ട്. അസംതൃപ്തരായ ആ ചെറിയ ഗ്രൂപ്പിനെ ദൈവം ഉണർവിന്റെ വാഹകരായി ഉപയോഗിക്കുമെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. സ്തോത്രം. അതുകൊണ്ട് ആ റിവൈവൽ ഉണ്ടാകാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. റിവൈവൽ ഒത്തിരി ആളുകൾ ഒരാളിലേക്ക് ഉപയോഗിക്കുന്നത്, മാർട്ടിൻ ലൂഥർ ഒരാളാണ്. അങ്ങനെയോട് പിടിച്ചിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഡിബേറ്റുകളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്.
കത്തോലിക്ക തിയോളജിയൻസ് മുട്ടുമടക്കി അദ്ദേഹത്തിന്റെ സംവാദങ്ങളിൽ ജർമ്മനിയിൽ കൊല്ലാൻ ശ്രമം നടത്തി. ഒരാളേ ഉള്ളൂ, ചാൾസ് പിന്നി ഒരാളാണ്, ചാൾസ് ബ്രഹാം ഒരാളാണ്, വില്യം സൈമൂർ ഒരാളാണ്, രമാഭായ് ഒരാളാണ്, കെ എബ്രഹാം ഒരാളാണ്, ടി.എസ്. മാത്യു ഒരാളാണ്, RF ജോർജ് ബർഗ് ഒരാളെ ഉള്ള ആൾക്കൂട്ടത്തെ അല്ല. ഇന്ന് രാത്രി കൊതിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ ദൈവം, ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ ദൈവം. ഉണർവെന്റെ നാട്ടിലുണ്ടാകാൻ, ഈ ദേശത്തുണ്ടാകാൻ. ഉണർവേണ്ട നാടാണ് മാവേലിക്കരയും വെട്ടിയാറും സമീപ പ്രദേശങ്ങളിലെ ഉണർവേണ്ട സ്ഥലമാണ്. മാവേലിക്കര കുന്നത്ത് അസംബ്ലീസ് അക്കോർഡിന്റെ സെമിത്തേരിയിലാണ് മേരി ചാപ്മാനെ അടക്കിയിരിക്കുന്നത്. അങ്ങനെ എത്തിയോ മിഷണറിമാർ കായംകുളത്തും ക്ലാപ്പനയിലും 1000 തെങ്ങിലുമെല്ലാം ജോസഫീറ്റ് നടന്നു അദ്ദേഹത്തിന്റെ പാദസ്പർശമാണ് മിഷണറിയുടെ ഏറ്റിട്ടുള്ളത്. ഉണർവ് കണ്ട സ്ഥലങ്ങൾ മേരി ചാപ്മാന്റെ ആസ്ഥാനമായിരുന്നു, ബൈസ്കുണ്ട് ആസ്ഥാനമായിരുന്നു മാവേലിക്കര. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വളരെ കൃത്യമായി പറയുന്നു, ദൈവമേ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളത് മടക്കി വരുത്തണമേ, പച്ചക്കാടുകളെ കത്തിക്കണമേ, പണ്ടത്തെ പോലെ നല്ല നാടുകളെ ഞങ്ങൾ തരണമേ, നിന്റെ ജനം നിന്നെ ആരാധിക്കണമെന്ന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമെന്ന് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു ഉണർവായിക്കണമേ. ഒരു റിവൈവിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് നാളായി. എൻ്റെ ടോക്കുകളും വീഡിയോകളും സംവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ സംവിധാനത്തെ കൃത്യമായി റെക്ടിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്, കാലോചിതമായി റെക്ടിഫിക്കേഷൻ നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അസംതൃപ്തരുടെ ഇടയിൽ പരിശുദ്ധ വലിയ വൻകാര്യങ്ങളെ ചെയ്യും. എല്ലാ തിന്മയോടും ഒത്തുതീർപ്പിന് തയ്യാറാകുന്ന കുറച്ച് സംതൃപ്തരുണ്ട്. അവർ കൃത്യമായി ഈ ഉണർവിൽ അടിച്ചു പുറത്താക്കപ്പെടും. ഉണർവ് വരുമ്പോൾ ആദ്യം തകരുന്നത് സിംഹാസനമാണ്. അതുകൊണ്ട് ഉണർവിന് പലപ്പോഴും കസേര തടസ്സമാണ്. പ്രൈസ് ദി ലോർഡ്. കസേരയിൽ ഇരിക്കുന്നവർ ഉണർവിൽ തടസ്സമാകാൻ കാരണം ഉണർവ് വരുമ്പോൾ ആദ്യം അടിച്ചു കളയുന്ന കസേരയാണ്. പിന്നെ അവർക്ക് ദാസനാകാനേ ഉള്ളൂ മാർഗം. പ്രൈസ് ദി ലോർഡ്. ഞാനത് കണിപ്പിച്ച് പറയുന്നില്ല, ഇഷ്ടംപോലെ വീഡിയോ ഇറക്കിയാൽ മതിയല്ലോ, ആളുകൾ കേട്ടോളും. സഹോദരൻ മൈക്ക് വെച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വലിയ ഉണർവുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വലിയ ഉണർവുണ്ടാകും. അതിനോട് പ്രതികരിക്കാത്തവർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ദാഹിക്കുന്നവരെ ദൈവം ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് യോശിയാവിന്റെ കാലത്ത്, യെഹെസ്കേലിന്റെ കാലത്ത്, എസ്രായുടെ കാലത്ത്, നെഹമ്യാവിന്റെ കാലത്ത് ഉണർവതാണ്. യോശിയാവ് രാജസ്ഥാനത്ത് ആദ്യം പറഞ്ഞ പുസ്തകം കൊണ്ടുവരാൻ, ലോ ബുക്ക്, നിയമപുസ്തകം. അവിടെ തപ്പിയ പുസ്തകമൊന്നുമില്ല. കൺവെൻഷനുണ്ട്, ജൂബിലി ഉണ്ട്, മാസയോഗമുണ്ട്, പക്ഷെ പുസ്തകം ഇല്ല. ഒറിജിനൽ പെട്ടകത്തിലാണ്, ഡ്യൂപ്ലിക്കേറ്റ് രാജാവിൻ്റെ കൊട്ടാരത്തിലുമാണ്. ഒറിജിനലും ഇല്ല, ഡ്യൂപ്ലിക്കേറ്റും ഇല്ല. യോഗം നടക്കുന്നുണ്ട്. എന്താ പ്രശ്നം? മിസ്സിംഗ് ഓഫ് ദി ഒറിജിനൽ. ഒറിജിനൽ നഷ്ടപ്പെട്ടതാണ് പ്രശ്നം. പുസ്തകം കൊണ്ടുവരിക. ആട് മുഴുവൻ അന്വേഷിച്ചു. കൽക്കെട്ടുകൾക്കിടയിൽ പൊടി പിടിച്ച് ട്രഷറി ബോക്സിൻ്റെ അടിയിൽ നിയമപുസ്തകം കിടക്കുക. പണം മുകളിലും പുസ്തകം അടിയിലും. എഴുന്നേറ്റൊന്നും പോകണ്ട, പിടിച്ചാൽ മതി. സ്തോത്രം. ഞാൻ കടുപ്പിക്കുന്നില്ല. പണം മുകളിലും പുസ്തകം അടിയിലും. തിരിച്ചിട്ടു, പണം അടിയിലും പുസ്തകം മുകളിലും. അന്ന് ഉണർവുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. നിയമപുസ്തകമില്ല, പ്രമാണമില്ലാത്ത ഉത്സവങ്ങൾ, പ്രമാണമില്ലാത്ത ആൾക്കൂട്ടങ്ങൾ. വാചനത്തിലേക്ക് മടങ്ങി വരാൻ പറഞ്ഞു. പുസ്തകം കൊണ്ടുവന്നു. എന്നിട്ട് നിങ്ങളെല്ലാവരും ഉണരണമെന്ന് പറഞ്ഞ് ന്യൂസ് ലെറ്റർ അയക്കല്ല ചെയ്ത്. പുള്ളി ആദ്യം ഉണർന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. യോശുവ ആദ്യം അത് വായിച്ചാൽ ഉണർന്നു. മുകളിൽ മുതൽ താഴോട്ട് ഉണർവുണ്ടായി. അതാണ് യോശുവയുടെ കാര്യത്തിൽ ഉണർവ്, യഹോശാഫാത്തിന്റെ കാര്യത്തിൽ ഉണർവ്, യെഹിസ്കേലിന്റെ കാര്യത്തിൽ ഉണർവ്, എസ്രയുടെ കാലത്ത് വാചനത്തിലേക്കുള്ള മടങ്ങി വരവാണ്. എൻ്റെ പഠനത്തിൽ ഞാൻ പറയട്ടെ, ഉണർവിന്റെ ചരിത്രം മുഴുവൻ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അവിടെയെല്ലാം വാചനത്തിനാ സ്വാധീനം. വാചനത്തിലേക്കുള്ള മടങ്ങി വരവ്, വാചനം കേട്ടവരുടെ മേലാണ് ആത്മാവ് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് രാത്രി പ്രിയമുള്ളവരെ, വാചനത്തിലേക്കുള്ള മടങ്ങി വരവാണ്. ഉണർവിനെ സ്വാധീനിക്കുന്ന ഘടകം വാചന പഠനമാണ്, പ്രാർത്ഥനയാണ്, വർഷിപ്പാണ്, പ്രയറാണ്, ഹോളിനെസ് ആണ്. ഇതൊക്കെയാണ് ഉണർവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. സ്തോത്രം. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് ഉണർവിന് തുടർച്ച ഉണ്ടാകുന്നില്ല? ഭയങ്കര ഉണർവായിരുന്നു ഇന്നലെ. 2 ദിവസം യോഗം ഭയങ്കരമായിരുന്നു. പിറ്റേ ദിവസം പിന്നെയും പഴയതുപോലെ. അതാണ് ഇവിടുത്തെ പ്രശ്നവൽക്കരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നില്ല, തുടർച്ചയുണ്ടാകുന്നില്ല? ഇത് തുടർച്ചയുണ്ടാകണം, നിലനിൽക്കണം, കത്തിപ്പടരണം. ഉണർവ് തടസ്സപ്പെടുകയൊക്കെ ചെയ്യും, പക്ഷേ അത് അടുത്ത കാറ്റടിക്കുമ്പോൾ ചാരം നീങ്ങുകയും കനല് കത്തുകയും ചെയ്യും. അങ്ങനെ കത്തിപ്പടരുന്ന തരത്തിലേക്ക് ഉണർവിനെ വാഹകരാകാൻ ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആർജിച്ച ദൈവകൃപ,
ഈ ദിവസങ്ങളിൽ ആർജിച്ച വചനത്തിന്റെ ശക്തിയിലേക്ക് മടങ്ങി വരണം. അതിന്റെ ഏക മാർഗം എന്ന് പറയുന്നത് ആദിമ സഭയുടെ ഏർലി ക്രിസ്ത്യാനിറ്റിയുടെ ആഭ്യന്തര ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഉണർവുണ്ടായപ്പോഴൊക്കെ സംഭവിച്ചത് ഏർലി ക്രിസ്ത്യാനിറ്റിയുടെ കമ്പൈറ്റ് ബൈബിളിലേക്കുള്ള മടങ്ങി വരവ്, ആദിമ സഭയുടെ ആഭ്യന്തര ജീവിതത്തിലേക്കുള്ള മടങ്ങി വരവ്, അപ്പോസ്തല പ്രവൃത്തിയിലേക്കുള്ള മടങ്ങി വരവ്. പരിശുദ്ധാത്മാവ് സഭയെ നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് ശുശ്രൂഷകളെ നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് അഡ്മിനിസ്ട്രേഷനെ നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് കമ്മിറ്റിക്കാരെ നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് മിഷനെ നിയന്ത്രിക്കട്ടെ, പരിശുദ്ധാത്മാവ് സഭയെ നിയന്ത്രിക്കട്ടെ. അത് അപ്പോസ്തല പ്രവൃത്തിയുടെ സഭ. ആദിമസഭയുടെ 33 വർഷത്തെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി. ആദിമസഭയുടെ സ്തോത്രം. ആദിമസഭയുടെ 33 വർഷത്തെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തി. പരിശുദ്ധമായി നിയന്ത്രിച്ച. ഇന്നത്തെ പ്രശ്നമെല്ലാം അവിടെ ഉണ്ട്. വ്യാജം പറയുന്നവരുണ്ട്, പൈസ അടിച്ചു മാറ്റിയവരുണ്ട്, പൈസ കൊണ്ട് ഹോളി സ്പിരിറ്റിനെ വാങ്ങിക്കാൻ വന്ന കാശുകാരൻ അച്ചായനുണ്ട്, എല്ലാം ഉണ്ട്. ഗ്രൂപ്പീസം ഉണ്ട്, എല്ലാ പ്രശ്നവും അവിടെയുണ്ട്. നമ്മൾ വിചാരിക്കും ഇന്ന വിശ്വാസമുള്ളതെന്ന് വല്ലതുണ്ട്. സഭ നിങ്ങൾ വെളിപ്പാട് പുസ്തകം നോക്കിയേ, 7 സഭയെക്കുറിച്ച് എല്ലാ പ്രശ്നവും എല്ലാ സഭയിലും ഉണ്ട്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും പ്രശ്നമുണ്ട്, എല്ലാ കാലഘട്ടത്തിലും നല്ലവരുമുണ്ട്. സ്തോത്രം. അല്ലാതെ ഇപ്പോഴാണ് വലിയ പ്രശ്നം. ഞാൻ നോക്കിയിട്ട് ഇപ്പോഴാണ് നല്ല സഭ, ഇപ്പോഴാണ് അതും എൻ്റെ ചർച്ച കൃഷി പഠനമാണ്. ഇപ്പോഴാണ് നല്ല ആൾക്കാർ, ഇപ്പോഴാണ് നല്ല ലീഡർഷിപ്പ്, ഇപ്പോഴാണ് നല്ല ചർച്ച്. നിങ്ങൾ ഡിബേറ്റിന് തയ്യാറാക്കൂ. പണ്ടുണ്ടായ പിളർപ്പിരി നമ്മുടെ ഇടയിൽ ഉണ്ടാകത്തില്ല. മനസ്സിലായോ? നമ്മൾ വലിയ ആളുകൾ എന്ന് പറയുന്ന കാലത്തൊക്കെ 2-3 കൺവെൻഷനാണ്, 2 ഹൈസ്കൂള്, 2 മാസിക, 2 പത്രം ഒക്കെ ഇനിയൊന്നും ഉണ്ടാകത്തില്ല. ഇച്ചിരി മച്ചുറായ ആൾക്കാർ ഇപ്പോഴാണ് സ്വതന്ത്രം ചെയ്താട്ട്. ഞാൻ അതിനെക്കുറിച്ച് മീഡിയ ഇറക്കിയിട്ടുണ്ട്, ആരും കൗണ്ടർ ചെയ്തിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല. സ്തോത്രം. സഭാചരിത്രം പഠിച്ചു നോക്കണം. സമീപകാലത്താണ് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ പോകുന്നത്. പ്രൈസ് അല്ലോ. സ്തോത്രം. നമ്മുടെ പിളർപ്പുകൊണ്ടാണ് ഇവാഞ്ചലിക്ക സഭ പോലും ഉണ്ടായത്, അറിയാവോ? മർത്തോമ സഭയിലെ പത്യോപദേശ സഭ പെന്തക്കോസ്തിൽ ചേരാനിരുന്നപ്പോഴാണ് നമ്മുടെ പിളർപ്പുണ്ടായത്. പ്രശ്നമായിരുന്നു. അതുകൊണ്ട് അവർ വേറെ സഭ ഉണ്ടായി. അതുകൊണ്ട് ഇവാഞ്ചലിക്ക സഭ ഉണ്ടായതിന് ഉത്തരവാദിത്വം പോലും നമ്മളാണ്. അതിനെല്ലാം കണക്ക് കൊടുക്കണം. തുറന്നു ചെയ്താട്ടെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഉത്തരവാദികളൊന്നും അല്ല. പ്രൈസ് അല്ലോ. ഉത്തരവാദികളായവരതിന് കണക്ക് കൊടുക്കും. അതാണ് ഞാൻ പറയുന്നത്, കൃത്യമായ സഭചരിത്ര പഠനമാണ് പറയുന്നത്. അതുകൊണ്ടൊരു നല്ല കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്, ഏറ്റവും മെച്ചപ്പെട്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഒരു ഉണർവിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ നമ്മുടെ സഭയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. എല്ലാ കോൺഫ്ലിക്റ്റും ഉണ്ടായിരുന്നല്ലോ. 3 കോൺഫ്ലിക്റ്റ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 3 കോൺഫ്ലിക്റ്റ്. ഒന്ന് കൾച്ചറൽ കോൺഫ്ലിക്റ്റ്, അപ്പോൾ 6 അധ്യായത്തിൽ. നിങ്ങൾക്കറിയാം, സഭ 16 കഷ്ണമാകാം. റേസും ലിംഗ്വിസ്റ്റിക് കൾച്ചറൽ ഇഷ്യൂസാണത്. ഗ്രീക്ക് സംസാരിക്കുന്ന യഹൂദന്മാരും ഹീബ്രു സംസാരിക്കുന്ന യഹൂദന്മാരും. 6-ാം അധ്യായത്തിലെ കൾച്ചർ കോൺഫ്ലിക്റ്റ്. 15-ാം അധ്യായത്തിലെ തിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്, ഡോക്ടർ കോൺഫ്ലിക്റ്റ്, ദൈവശാസ്ത്രപരമായ തർക്കം. 15-ാം അധ്യായത്തിൽ ബർണ്ണബാസും പൗലോസും തമ്മിൽ മിഷിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. 3 കോൺഫ്ലിക്റ്റ് അപ്പോസ്തലപ്രവൃത്തിയിലുണ്ട്. സഭ പിളർന്നില്ല. എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. 6-ാം അധ്യായത്തിലെ തർക്കം 60 കഷ്ണമാകാവുന്ന സഭ. സഭാചരിത്രം പഠിച്ചിട്ടുണ്ടോ? സഭ പിളരാൻ 1000 വർഷം എടുത്തു കേട്ടോ. വെസ്റ്റും ഈസ്റ്റുമായിട്ട് സഭ പിളരാൻ 1000 വർഷം എടുത്തെന്ന്. ഇന്ന് ജനറോട് കൂടിയാൽ നാളെ പിളരും നമ്മൾ. 1000 വർഷം എടുത്തെന്ന് സഭ പിളരാൻ. ഒരു കൗൺസിലിന് കൂടാൻ 300 വർഷം എടുത്തെന്ന്. സഭയുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് മനസ്സിലായോ? സഭയെ നിയന്ത്രിച്ചത് പരിശുദ്ധാത്മാവ്. 1000 വർഷമൊക്കെ സഭ വളരാൻ നിന്നെങ്കിൽ ആ സഭ എന്താ നിങ്ങൾ ഓർത്ത് നോക്ക്. 6-ാം അധ്യായത്തിലെ കൾച്ചർ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് സഭ തകർന്നില്ല, സഭ പിളർന്നില്ല. ആ വിഷയം അവർ സോൾവ് ചെയ്തു. കാരണം ലീഡർഷിപ്പിനെ നിയന്ത്രിച്ചത് ഹോളി സ്പിരിറ്റ്. ആ വിഷയം പരിഹരിച്ചറിയാമല്ലോ. ഗ്രീക്കുകാരുടെ വിഷയങ്ങളെ പരിഹരിച്ചു. 15-ാം അധ്യായത്തിലെ സഭ നെടുകെ പിളരാവുന്ന വിഷയമാണ്. സഭാചരിത്രം കണ്ട ഏറ്റവും വലിയ മേജർ ഇഷ്യൂ വിശ്വാസിയുടെ പരിച്ഛേദന. അവിടെ എഴുതിയിരിക്കുന്നത് വളരെ തർക്കം, മച്ച് ഡിബേറ്റ് ഉണ്ടായതാണ്. ഒരു വശത്ത് കൺസർവേറ്റീവ്, ഒരു വശത്ത് പത്രോസിന്റെ ഗ്രൂപ്പ്, ഒരു വശത്ത് പൗലോസ്. സഭ പിളർന്നില്ല. ഉണ്ടോ? 15-ാം അധ്യായത്തിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് സഭ പിളർന്നില്ല. തിയോളജിക്കൽ ഇഷ്യൂ ആണ്. എന്നോട് സഭ പിളർന്നില്ല. ലീഡർഷിപ്പിനെ നിയന്ത്രിച്ചത് ഹോളി സ്പിരിറ്റ് ആണ്. ആ 15-ാം അധ്യായത്തിൽ തന്നെ പൗലോസും ബർണ്ണബാസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായി എന്നെഴുതിയിരിക്കുന്നത്. മിഷിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. നമ്മുടെ ഒരു ജോൺ മാർക്ക് ഉണ്ടല്ലോ, പുള്ളി കഴിഞ്ഞ ഗോസ്പൽ ടീമിനെ ഇടയ്ക്ക് വെച്ച് മുങ്ങുന്നവരുണ്ട്, പാട്ട് കേട്ടിട്ട് പോകുന്നവരുണ്ട്, കൺവെൻഷൻ വന്നിട്ട്.
ഇടയ്ക്ക് വെച്ച് പോകുന്നവരുണ്ട്. ആദ്യം ഒരു അരമണിക്കൂർ ഇരിക്കും, കോമഡി ഒന്നില്ലെങ്കിൽ എഴുന്നേറ്റ് പോകുന്നവരുണ്ട്. കോമഡി കേൾക്കാൻ വരണ്ട, വചനം കേട്ട ബൈബിളിൽ ഞാനതെല്ലാം ഈ ഭാവങ്ങളെക്കുറിച്ച് വായിച്ചു നോക്കിയിട്ടുണ്ട്. ബൈബിളിൽ ഇല്ലാത്ത ഏക ഹാസ്യം മാത്രമേ ഉള്ളൂ. സ്വതന്ത്രം മനസ്സിലായല്ലോ. വചനം എവിടെല്ലാം വായിച്ചോ അവിടെല്ലാം ജനം കരയുകയാണ് ചെയ്തത്, ചിരിക്കുകയല്ല ചെയ്തത്. കോമഡി കേൾക്കണമെങ്കിൽ അച്ചായന് കോമഡി ഷോ കാണാൻ പോയാൽ മതി, ഇവിടെ വരണ്ട. ഇവിടെ വരണ്ട. ഇഷ്ടംപോലെ യൂട്യൂബിൽ കോമഡി ഷോ കിടപ്പുണ്ട്, അച്ഛൻ അത് കണ്ടുകൊണ്ട് വീട്ടിൽ കിടന്നാൽ മതി. ഇവിടെ വരണ്ടെന്ന്. വചനം കേട്ടവിടെ വചനം നിങ്ങൾ എവിടെയെല്ലാം വായിച്ചിട്ടുണ്ടോ? വേദപുസ്തകം വായിക്കുന്നിടത്തെല്ലാം ബൈബിളിൽ ആളുകൾ കരയായത്, ഉറക്കെ കരഞ്ഞു നാം വായിക്കുന്നത്. നെഹമ്യാവിന്റെ പുസ്തകത്തിലൊക്കെ പീഠത്തിന്മേ എസ്ര കയറിയതുകൊണ്ട് വേദപുസ്തകം തുറന്നു വെച്ചപ്പോൾ ജനം ഉറക്കെ കരയാൻ തുടങ്ങി. സ്തോത്രം. അപ്പോൾ കഴിഞ്ഞ ഹോസ്പിറ്റൽ ടീമിനെ ഇടയ്ക്ക് മുങ്ങി, അതുകൊണ്ട് ഇവനെ അടുത്ത ഹോസ്പിറ്റൽ ടീമിനെ കൊണ്ടുവന്നില്ലെന്ന് പൗലോസ് പറഞ്ഞു. നീ വരണ്ട, 2ാം മിഷൻ യാത്രയിൽ. പുള്ളി മുങ്ങിയെന്ന് ഒത്തിരി കമൻട്രി ഉണ്ട്. അമ്മയ്ക്ക് അസുഖമാണെന്ന് പറയുന്നുണ്ട്, പുള്ളിക്ക് വയറുവേദനയാണെന്ന് പറയുന്നുണ്ട്, അവിടെ എല്ലാം മലേറിയ ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ട് പുള്ളി പോകാഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ പോകുന്ന ഹോസ്പിറ്റലിൽ നടക്കുന്ന സ്ഥലത്ത് 1ാം മിഷൻ യാത്രയാണ്. ഹോസ്പിറ്റലിൽ നടക്കുന്നിടത്ത് മുഴുവൻ ജാതികളായതുകൊണ്ട് പുള്ളിക്ക് എക്സ്ട്രീം ഹിന്ദുറാ. പുള്ളി യാഥാസ്ഥികനായ എബ്രായനായതുകൊണ്ട് ജാതികളുമായി അവിടെ പോയ സ്ക്വാഷൊക്കെ കഴിക്കണമല്ലോ, കാപ്പിയൊക്കെ കുടിക്കണമല്ലോ, അതുകൊണ്ട് പെതുക്കെ മുങ്ങിയതാ വയറുവേദനയാണെന്ന് പറയും. അങ്ങനെ കമൻട്രി പറയുന്നുണ്ട്. ഏതായാലും പുള്ളി ഞങ്ങൾക്ക് വെറുതെ വിടുക. സ്വതന്ത്രം. പൗലോസ് പറയും നിന്നെ കൊണ്ടുപോകത്തില്ല. പൗലോസിന് മിഷനായിരുന്നു ഇമ്പോർട്ടൻ്റ്, പക്ഷെ ബർണ്ണബാസിന് മിഷണറി ഇമ്പോർട്ടൻ്റാണ്. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. രണ്ടുപേരും തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് 2 സഭയല്ല ഉണ്ടായത്, 2 മിഷനാണ് ഉണ്ടായത്. അപ്പോസ്തല പ്രവൃത്തിയും ചർച്ച കൃഷി പഠിക്കുന്നവർക്കറിയാം, സഭയ്ക്ക് ഒരു ദോഷവും ഉണ്ടായില്ല അവരുടെ തർക്കം. ഈ 3 കോൺഫ്ലിക്റ്റ് വലിയ പ്രബന്ധമാണ്, നിങ്ങൾ പഠിച്ചോണം. ഈ 3 കോൺഫ്ലിക്റ്റ്, കൾച്ചറൽ, മിഷോളജിക്കൽ, തിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് അപ്പോസ്തല പ്രവൃത്തിയിൽ ഉണ്ടായിട്ട് സഭ വളർന്നില്ല കേട്ടോ. കാൽവറി മുതൽ കല്ലുമല വരെ സഭയുണ്ടെന്ന് ഓർത്തോണം. ഇന്ന് രാത്രി വളരെ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് സഭയെ നിയന്ത്രിച്ചു, പരിശുദ്ധാത്മാവ് ലീഡർഷിപ്പിനെ നിയന്ത്രിച്ചു. ആസിയിൽ വചനം പ്രസംഗിക്കരുത് പരിശുദ്ധാത്മാവ് പറഞ്ഞു. മാസിഡോണിയയിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. പ്രസംഗത്തെ നിയന്ത്രിച്ച പരിശുദ്ധാത്മാവ്. തേരിനോട് ചേർന്ന് നടക്കാൻ ആത്മാവ് എന്നോട് പറഞ്ഞു. ഇവാഞ്ചലിസത്തെ നിയന്ത്രിച്ച പരിശുദ്ധാത്മാവ്. ഞങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ മേൽ കൈവെക്കാൻ ആത്മാവ് പറഞ്ഞു. ഓർഡൻ ചെയ്ത് പരിശുദ്ധാത്മാവ്. അവരെ ഞാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചു. കമ്മീഷൻ ചെയ്തത് പരിശുദ്ധാത്മാവ്. കണ്ടോ, ഇതെല്ലാം ഹോളി സ്പിരിറ്റാ. 15-ാം തീയതി വേറൊരു വാക്കുണ്ട്, ജാതികളുടെ മേൽ അധിക ഭാരം ചുമത്തരുതെന്ന്. ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് ഒരുപോലെ തോന്നി. ആർക്കാ? കൗൺസിലിനും പരിശുദ്ധാത്മാവിന് ഒരുപോലെ തോന്നണമെന്ന്. അങ്ങനാണോന്ന് എന്നോട് ചോദിക്കില്ല, ഞാൻ കൗൺസിലൊന്നും ഇല്ല. ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് ഒരുപോലെ തോന്നി. സഭയെ തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയും കൗൺസിലുമല്ല, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന തിയോക്രാറ്റിക് പ്രസ്ബിറ്ററുടെ പേരാണ് കമ്മിറ്റി. അങ്ങനെ ആ തിയോളജിയിലെ പ്രയോഗം തിയോക്രാറ്റിക് പ്രസ്ബിറ്ററി. ഹോളി സ്പിരിറ്റ് തീരുമാനം എടുക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജോലി ചെയ്ത്. മനസ്സിലായോ? ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് ഒരുപോലെ തോന്നി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് തോന്നുന്നത് കമ്മിറ്റിക്കാർക്ക് തോന്നാവൂ. കമ്മിറ്റിക്കാർ കേട്ടോണം. റിസൈൻ ചെയ്തു ആത്മാവ് പ്രാപിച്ചിട്ടില്ലെങ്കിൽ. പരിശുദ്ധാത്മാവിന് തോന്നുന്നത് കൗൺസിൽ തോന്നാവൂ. ഇതേ വാക്യം കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്. എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും കർത്താവിൻ്റെ ആത്മാവും കൂടെ ചേർന്നിട്ട് അവരെ പുറത്താക്കാൻ. എൻ്റെ ആത്മാവ് അപ്പോസ്തലിക അംഗീകാരം, നിങ്ങളുടെ ആത്മാവ് സഭയുടെ അംഗീകാരം, കർത്താവിൻ്റെ ആത്മാവ് ദൈവത്തിന്റെ അംഗീകാരം. ഇത് ഒരുമിച്ച് ചേർന്നിട്ട് ആ ദുഷ്ടനെ നിങ്ങൾ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സഭ. ആ സഭയെ കയറി കുഞ്ഞു കളിക്കരുതിന്റെ വീട്ടുവകയല്ല സഭ. ആ സഭയ്ക്കകത്ത് കയറി രാഷ്ട്രീയം കളിക്കരുത്. ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവാണ് അഡ്മിനിസ്ട്രേഷനെ നിയന്ത്രിച്ചത്. പരിശുദ്ധാത്മാവാണ് ലീഡർഷിപ്പിനെ നിയന്ത്രിച്ചത്. പരിശുദ്ധാത്മാവാണ് സഭയുടെ തീരുമാനങ്ങൾ എടുത്തത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിലെ സഭ വളർന്നത്. എബ്രായ ലേഖനം വായിച്ചിട്ട് എന്താ സഭാചരിത്രം പറഞ്ഞത് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. എബ്രായ ലേഖനം അറിയാത്തോണ്ടൊന്നല്ല. ഞാൻ പൗലോസിന്റെ ദൈവ പൊളൈൻ തോട്ട് വർഷങ്ങൾ പഠിപ്പിക്കുന്ന ആളാണ്. പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ആളാണ്. സ്തോത്രം. ഇത് രാത്രി പ്രിയമുള്ളവരെ ഒരു ഉണർവിന് വേണ്ടി പ്രതീക്ഷിക്കാം. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. സ്തോത്രം. ദേശത്തോട് ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, ഇന്നലെയും ഇന്നുമായി ഞങ്ങൾ പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്.
സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ്. യേശുവിനെ കർത്താവെന്ന് സ്വീകരിച്ചതിൻ്റെ പേരിൽ ക്രൈസ്തവ സഭയ്ക്കെതിരെ ഭരണകൂട ഭീകരത വളഞ്ഞിട്ട് ആക്രമിച്ച് ചിലരെയൊക്കെ കൊന്നുകളഞ്ഞ് ചിലരെയൊക്കെ തടവിലാക്കിയപ്പോൾ പൗലോസ് സഭയെ ധൈര്യപ്പെടുത്തുകയാണ്. ബി കോൺഫിഡൻസ്, ബി കറേജ്, ധൈര്യത്തോടെ നിൽക്ക്, ഉറച്ചു നിൽക്ക്, യേശു ക്രിസ്തുവിൽ നിങ്ങൾ ഉറച്ചു നിൽക്ക്. ചിലരൊക്കെ പിന്മാറിപ്പോയി. പേടിയുള്ളവരുണ്ടല്ലോ, അവർ സഭായത്തിനൊക്കെ വരായിരുന്നു. അവരെ കുറിച്ച് പറഞ്ഞ് സഭായങ്ങളെ അലക്ഷ്യമാക്കരുത്. കോവിഡ് കഴിഞ്ഞിട്ട് 2 കൊല്ലമായിട്ടും സഭായത്തിന് വരാത്ത ആൾക്കാരുണ്ട്. കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ സഭയിൽ ചില രീതിയിൽ വരുന്നില്ല. വീട്ടിൽ സഭായകമാണോ ഓൺലൈൻ ചർച്ചിലാണോ കുടുങ്ങി കിടക്കുന്നതെന്ന് അറിയത്തില്ല. വയ്യ, കാലുവേദനയാണെന്ന് പറയും. പക്ഷേ വ്യാഴാഴ്ച ചെങ്ങുന്ന ചതയ്ക്കുന്നുണ്ട്, റൈസല്ലോ. ശനിയാഴ്ച കല്യാണത്തിനും കണ്ട് കിടന്ന് ഇടിക്കുന്നുണ്ട്. ഞായറാഴ്ച വരാൻ വയ്യ. സ്തോത്രം. അപ്പോൾ കള്ളത്തരമല്ലേ? ഈ അമ്മാമ്മയെ കണ്ട കാര്യം പറഞ്ഞു. കല്യാണത്തിന് ഞാൻ കണ്ടു, ചന്ത നിൽക്കുന്ന കണ്ടു, കല്യാണം കഴിഞ്ഞിട്ട് കിടന്ന് ക്യൂവിൽ കിടന്ന് ഇടിക്കുന്ന കണ്ടു. പക്ഷേ ഞായറാഴ്ച നടുവേദനയാണ്, കാലുവേദനയാണ്. വന്നോളും. സ്തോത്രം. ഇത് രാത്രി പ്രിയമുള്ളവരെ, ചിലരൊക്കെ പേടിച്ചു പോയി, ചിലരൊക്കെ പിന്മാറി. അവിടെ പറഞ്ഞ് പിന്മാറുക, എൻ്റെ ഉള്ളതിൽ അവനിൽ പ്രസാദമില്ല, നാമോ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് പിന്മാറിപ്പോകരുത്, ഉറച്ചു നിൽക്കുകയും. പലയിടങ്ങളിൽ പൗലോസ് പറഞ്ഞു, മുറുകെ പിടിക്ക് വിശ്വാസം. ആദ്യ വിശ്വാസം അവസാനത്തോടെ മുറുകെ പിടിക്ക്, പ്രത്യാശയോടെ സ്വീകാര്യം മുറുകെ പിടിക്ക്. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞ ഹോൾഡ് യുവർ കൺഫെഷൻ എന്നാ. പണ്ട് നിങ്ങൾ സത്യപ്രതിജ്ഞ നടത്തിയില്ലേ, എഴുന്നേറ്റ് യേശു എൻ്റെ കർത്താവാണെന്ന്. കൈസറല്ല ഞങ്ങളുടെ കർത്താവ്, യേശുവാണ് ഞങ്ങളുടെ കർത്താവ് എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ലംഘനം നടത്തരുത്. കരാറ് തെറ്റിക്കരുത്. പ്രതികൂലങ്ങൾ വരും, പ്രതിസന്ധി വരും, ഭരണകൂടം നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കും. പക്ഷെ കരാറ് തെറ്റിക്കരുത്, സത്യപ്രതിജ്ഞ ലംഘിക്കരുത്. യേശുവാണ് ഞങ്ങളുടെ കർത്താവ്, അതിൽ ഉറച്ചു നിൽക്കേ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ആരും പിന്മാറരുത്. 6-ാം അധ്യായത്തിൽ ദൈവപുത്രനെ ചവിട്ടിക്കളയരുത്. ഈ കൃപയുടെ സന്തോഷം, രക്ഷ, ഹിസ്റ്റോറിക്കൽ സാക്രിഫൈസ്, അറ്റോൺമെന്റ് ഇതൊക്കെ വേണ്ട എന്ന് മനഃപൂർവ്വം പറഞ്ഞിട്ട് പോയാൽ ഇനി രക്ഷയില്ല, മാനസാന്തരത്തിന് അവസരമില്ല. അതുകൊണ്ട് പിന്മാറരുത്. ഭർത്താക്കന്മാർ ഭരിച്ചുപോയ ഭാര്യമാരോട് പറഞ്ഞു, ഏറെ നല്ല ഉയർപ്പ് അവർക്കുണ്ട്. രക്തസാക്ഷികളായ ഭർത്താക്കന്മാർ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട കേട്ടോ. ഏറെ നല്ല ഉയർപ്പ് അവർക്കുണ്ട്. ബെറ്റർ റിസർവേഷൻ. വീടുകൾ ജപ്തി ചെയ്തു. യോഗം കഴിഞ്ഞപ്പോൾ വീടില്ല, വസ്തുവെല്ലാം സർക്കാർ കണ്ടെടുത്തു. അവരോട് പറയുകയാണ്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഒരു ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. സർക്കാർ നിങ്ങളുടെ വീട് കണ്ടുകെട്ടിയാൽ, ഭരണകൂടം നിങ്ങളുടെ വസ്തു പിടിച്ചെടുത്താൽ, സുവിശേഷ വിരോധികൾ നിന്റെ വസ്തു കയറിയ നിരാശപ്പെടേണ്ട. ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ട്. ആരും അധൈര്യപ്പെടൽ, ഉറച്ചു നിൽക്ക്. 13 പറഞ്ഞത് ബെറ്റർ. ഏറ്റവും നല്ല ഉപദേശം, ഏറ്റവും നല്ല പ്രമാണം, ഏറെ നല്ല പ്രത്യാശ, ഏറെ നല്ല ഉയർപ്പ്, ഏറെ നല്ല നഗരം, ഏറെ നല്ല വാഗ്ദത്തം, ഏറെ നല്ല പ്രത്യാശ, ഏറെ നല്ല നിയമം, ഏറെ നല്ല പൗരോഹിത്യം. ഏറ്റവും നല്ലതിൽ അവർ പറയുന്നു, ഏറ്റവും നല്ലതിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആരും പിന്മാറരുത്. ഇന്ന് രാത്രി യോഗത്തിന് വന്നവരോട് പറയുന്നു, ഏറ്റവും നല്ലതിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ആരും പിന്മാറിപ്പോകരുത്. ഏറ്റവും നല്ലതിലേക്ക് നിങ്ങൾ വന്ന പ്രമാണമാണ് ഏറ്റവും നല്ലത്. ബെറ്റർ കവനന്റ്, ഏറെ നല്ല ഉടമ്പടി, ഏറെ നല്ല പ്രത്യാശ, ഏറെ നല്ല നഗരം, ഏറെ നല്ല വാഗ്ദത്തം, ഏറെ നല്ല ഉയർപ്പ്. ഏറ്റവും നല്ലതിലേക്ക്. അതുകൊണ്ട് ഉറച്ചു നിൽക്ക്. യേശുവിനെ നോക്ക്. ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ പറയുന്നു, യേശുവിനെ നോക്കുക. 3 പറയുന്നത്. 3:1, 7:4, 8:7, 4, 12:2. 3:1 നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ അപ്പോസ്തലൻ ഹൈ പ്രീസ്റ്റ്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. ഇന്ന് രാത്രി ദേശത്തോട് പറയുന്നു, യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. ശ്രദ്ധിച്ചു നോക്കിയാൽ വേറെ ആരിലും കാണാത്ത ചില ഗുണങ്ങൾ യേശുവിൽ കാണാം കേട്ടോ. ഞങ്ങൾ യേശുവിനെ അറിഞ്ഞത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ്. ഇതുവഴി പോകുന്ന രീതി ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അതൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷി ഗവേഷണം നടത്തുന്നവർ ദൂരദർശനിയിലൂടെ കീൻ ഒബ്സർവേഷൻ നടത്തുന്ന പോലെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാൽ വേറെ ആരിലും കാണാത്ത ചില ഗുണങ്ങൾ യേശുവിലുണ്ട്. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു നോക്ക്. വേറെ ആരിലും കാണാത്ത ചില ഗുണങ്ങൾ യേശുവിലുണ്ട്. 7:4 ഇവരത്ര മഹാനെന്ന് നോക്കുവീൻ. മൽക്കീസേദെക്കിനെ കുറിച്ചാണ്. ഇവരത്ര മഹാനെന്ന് നോക്കി മൽക്കീസേദെക്കിനെ കുറിച്ചാണ്. അത് വ്യാഖ്യാനിച്ച് യേശു വാക്കിക്കണം. ശ്രദ്ധിച്ചോണം. ഹെർമനോട്ടിക്സ്.
ഇവൻ എത്ര മഹാനെന്ന് നോക്കി. 12:2 വിശ്വാസത്തിന്റെ നായകനും ദ ഓഥർ ആൻഡ് ഫിനിഷർ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായി യേശുവിനെ നോക്കുക. 3 പറയാൻ കാരണം, ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചക മതമാണ് യഹൂദമതം. ലോകത്തിലെ ഏറ്റവും വലിയ പൗരോഹിത്യ മതമാണ് യഹൂദമതം. യഹൂദമതത്തിന്റെ വക്താക്കളോട് പറയുന്നു, യേശുവിനെ നിങ്ങൾ നോക്ക്, പിന്മാറരുത്. ഭരണകൂടത്തിന്റെ ഭീഷണിയുടെ മുമ്പിൽ നിരാശപ്പെട്ടു പോകരുത്, ഉറച്ചു നിൽക്ക്. ആരാണ് യേശു? യേശുവിന്റെ ശ്രേഷ്ഠതയാണ് അവതരിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ പദവിയുടെ ശ്രേഷ്ഠത, യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത, യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത, യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത അവതരിപ്പിച്ചിട്ട് പറയുന്നു, യേശു ആരാണ് നിങ്ങൾ അറിയണം. ആരാണ് ക്രിസ്തു? ആരെ അമ്പരിപ്പിക്കുന്ന വ്യക്തിപ്രഭാവം, ലോകോത്തര മാതൃകയായ വൈജ്ഞാനിക വൈഭവം, ഇന്നലെയും ഇന്നുമായി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന യേശു ആരാണ് ഇന്ന് രാത്രി ദേശം തിരിച്ചറിയണം. 1 അധ്യായത്തിൽ അവൻ മാലാഖമാരെക്കാൾ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. മാലാഖമാരുണ്ടല്ലോ, ആരാധിക്കുന്നവരാണോ വലിയവൻ? ആരാധന സ്വീകരിക്കുന്നവനാണോ വലിയവൻ? ആരാധന സ്വീകരിക്കുന്നവരാണെങ്കിൽ അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. സൃഷ്ടാവാണോ വലുത്? സൃഷ്ടിയാണോ വലുത്? സൃഷ്ടാവാണ്. ദൂതന്മാർ സൃഷ്ടിയാണ്. അങ്ങനെയെങ്കിൽ യേശു സൃഷ്ടാവാണ്, അവനാണ് വലിയവൻ. ആജ്ഞ കൊടുക്കുന്നവനാണോ വലിയവൻ? ആജ്ഞ അനുസരിക്കുന്നവനാണോ വലിയവൻ? സുവാർത്താദൂതികൾ ആജ്ഞ അനുസരിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ദൂതൻ ആരാണെന്നറിയാമോ? സേവകാത്മകളാണ്, മിനിസ്റ്ററിംഗ് സ്പിരിറ്റ്സ് ആണ്, ഗാർഡിയൻ ഏഞ്ചൽസ് ആണ്. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടുന്നവരുടെ മിനിസ്റ്ററിംഗ് സ്പിരിറ്റ്സ് ആണെങ്കിൽ സഭയ്ക്ക് പോലും ദൂതന്മാരെക്കാൾ പദവി ഉണ്ടെങ്കിൽ പൗലോസ് പറയുകയാണ്, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുവാണ്. സ്തോത്രം. പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ യേശുവാണ്. 1 വാക്യം തന്നെ ഖണ്ഡനമാണ്. ഭാഗമായി കണ്ടോ, പ്രവാചകന്മാർക്ക് ഭാഗമായിട്ടാണ് വെളിപ്പെട്ടെങ്കിൽ യേശു സമ്പൂർണ്ണ വെളിപ്പാടാണ്. പ്രവാചകന്മാർക്ക് സമ്പൂർണമായ മഹത്വം വെളിപ്പെട്ടില്ല, ക്രിസ്തു സമ്പൂർണമായ വെളിപ്പാടാണ്. അവൻ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. യേശുവിന്റെ സന്ദേശം ദൂതന്മാരുടെ സന്ദേശത്തെക്കാൾ, പ്രവാചകന്മാരുടെ സന്ദേശത്തെക്കാൾ വലിയതാണ് യേശുവിന്റെ സന്ദേശം. ആ സന്ദേശത്തിന്റെ പേരെന്താ? ഇത്ര വലിയ രക്ഷ. അടുത്ത യാത്രകളാണ് ഇത്ര വലിയ രക്ഷ, ദ ഗ്രേറ്റ് സാൽവേഷൻ. ദൂതന്റെ മെസ്സേജിനേക്കാൾ, പ്രോഫറ്റിന്റെ മെസ്സേജിനേക്കാൾ ഏറ്റവും വലിയ വചനമാണ് യേശുവിന്റെ വചനം. അതിന്റെ പേര് ദ ഗ്രേറ്റ് സാൽവേഷൻ, ഇത്ര വലിയ രക്ഷ. സ്തോത്രം. ദൈവത്തോളം വലിപ്പമുള്ള രക്ഷ. 3 അധ്യായത്തിൽ മോശേക്കാൾ, നിങ്ങളുടെ മധ്യസ്ഥൻ മോശയാണല്ലോ, ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ സ്ഥാപകനും പഴയ നിയമത്തിന്റെ മധ്യസ്ഥനുമായ മോശ. ആ മോശേക്കാൾ ശ്രേഷ്ഠനാണ് യേശു. മോശ കനാനിൽ എത്തിയില്ല, ആരെയും കൊണ്ട് എത്തിച്ചില്ല, എന്നാൽ നിത്യതയിൽ എത്തിക്കുന്ന യേശു മോശേക്കാൾ ശ്രേഷ്ഠനാണ്. വീട് വെച്ചവനാണോ വലുത്? അതിനകത്ത് താമസിക്കുന്നവനാണോ വലുത്? സർവവും ചമച്ചവൻ ദൈവം തന്നെ. അങ്ങനെയെങ്കിൽ താമസിക്കുന്ന മോശദാസനാണ്. ഇവൻ പുത്രന്റെ അധികാരമുള്ളവനാണ്. സർവവും ചമച്ചവൻ കർത്താവാണ്. അവൻ മോശയേക്കാൾ ശ്രേഷ്ഠൻ. 4 അധ്യായത്തിൽ യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. യോശുവ എല്ലാവരെയും കൊണ്ടുപോയില്ല, പക്ഷെ കനാന്റെ സ്വസ്ഥതയിലല്ല, അവിടെ വേറെ സ്വസ്ഥത പറയുന്നുണ്ട്, നിത്യസ്വസ്ഥത. കനാന്റെ സ്വസ്ഥതയിലല്ല, നിത്യമായ സ്വസ്ഥതയിൽ നിങ്ങളെ എല്ലാവരെയും എത്തിക്കുന്ന യേശു നിങ്ങളുടെ സൈന്യാധിപനായ യോശുവയേക്കാൾ ശ്രേഷ്ഠൻ. പ്രൈസ് ദി ലോർഡ്. 5 അധ്യായത്തിൽ അബ്രഹാമിനേക്കാൾ വലിയവൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമാണല്ലോ വലുത്. നിങ്ങൾക്ക് പിതാക്കന്മാർ വലുതാണല്ലോ, ഗോത്രപിതാക്കന്മാർ നിങ്ങൾക്ക് വലുതാണ്, നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് വലുതാണ്. പക്ഷേ നിങ്ങളുടെ അബ്രഹാമിനേക്കാൾ വലിയവരാണ് ക്രിസ്തു. എന്താ തെളിവ്? അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ തന്നെക്കാൾ വലിയവനില്ലാത്തത് കൊണ്ട് ദൈവം തൻ്റെ തലയിൽ കൈവച്ചങ്ങ് ആണയിട്ട്. പിടികിട്ടിയോ? എത്ര മനോഹരമായ ഖണ്ഡനമാണ് പൗലോസ്. അപ്പോളജിറ്റിക്സ് സ്റ്റൈലാണ് പൗലോസ് എബ്രായലേഖനം എഴുതിയിരിക്കുന്നത്. തന്നെക്കാൾ വലിയവരില്ലാത്തത് കൊണ്ട് തന്നെ കൊണ്ട് ദൈവം സത്യം ചെയ്തെങ്കിൽ തന്നെക്കാൾ വലിയവനല്ല അബ്രഹാം, അബ്രഹാമിനേക്കാൾ വലിയവനാണ് ഈ ദൈവം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനേക്കാൾ വലിയവനായ ദൈവം. 6 അധ്യായത്തിൽ സബ്ജക്റ്റ് വേറെയാണ്. സത്യത്തിന്റെ മനഃപൂർവ്വം പാപം ചെയ്തതിനെ കുറിച്ചാണ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ എഴുതിയിരിക്കുന്ന കൊട്ടേഷനാണ്. അബദ്ധവശാൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വിറക് കീറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിഞ്ഞില്ല അതിൻ്റെ ആ പൂരി ഇരിക്കുകയാണ്, കോടാലി ഊരിയാണ് അപ്പുറത്തോട്ട് വീണു, അതുവഴി പോയി അയാളുടെ തലയിൽ വീണു. അവിടെ അതിന് എഴുതി വെച്ചിരിക്കുന്ന അബദ്ധവശാൽ എന്നാണ്, നിങ്ങൾ മനഃപൂർവ്വമല്ല. പക്ഷെ അതിൻ്റെ താഴെയുണ്ട് മനഃപൂർവ്വം പാപം ചെയ്താൽ. മനസ്സിലായോ? കോടാലി ഊരി റോഡിൽ കൂടെ പോയ ആളുടെ തലയിൽ വീണതിൻ്റെ പേരാണ് അബദ്ധവശാൽ. പക്ഷെ ആസൂത്രിതമായി കരുതിക്കൂട്ടി
ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്തതിൻ്റെ ആ വാക്കാണ് പൗലോസ് എബ്രായലേഖനത്തിൽ വെച്ചത്. മനഃപൂർവ്വം അവൻ ചെയ്ത. എനിക്ക് സാൽവേഷൻ വേണ്ട, എനിക്ക് കൃപയുടെ സന്ദേശം വേണ്ട, എനിക്ക് ക്രൈസ്റ്റിനെ വേണ്ട, എനിക്ക് ചരിത്രത്തിൽ നടന്ന സാക്രിഫൈസ് വേണ്ട. കളഞ്ഞു പോകുന്നവൻ ഇനി സാക്രിഫൈസ് ഇല്ല, യാഗമില്ല, തീ മാത്രമേ ഉള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത്. മനഃപൂർവ്വം ഈ രക്ഷ എനിക്ക് വേണ്ട, ഈ ക്രിസ്തു എനിക്ക് വേണ്ട, ഈ കൃപാദാനങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവന് മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ പറ്റില്ല. 7-8 അധ്യായത്തിലെ വിഷയം പ്രീസ്റ്റ്ഹുഡാണ്, പൗരോഹിത്യം. പെന്തക്കോസ്തുകാർ പൗരോഹിത്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട സാർവലൗകികമായ പൗരോഹിത്യമാണ്. അത് സഭയുടെ പൗരോഹിത്യമാണ്, അത് രാജകീയ പൗരോഹിത്യമാണ്. പെന്തക്കോസ്തുകാർ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അത് ബൈബിളിൻ്റെയും ശ്ലൈഹിക പാരമ്പര്യങ്ങളാണ്. ബൈബിളികമല്ലാത്ത ശ്ലൈഹികമല്ലാത്ത പാരമ്പര്യങ്ങളെ നമ്മൾ നിരാകരിക്കുകയും അപ്പോസ്തലികമായ പാരമ്പര്യങ്ങളെ നാം സ്വീകരിക്കുകയും ചെയ്യും. സ്തോത്രം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. 6, 7, 8 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പൗരോഹിത്യം, യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകതയുണ്ട്. അഹരോന്റെ കുടുംബത്തിൽ ജനിക്കാത്ത, ലേവി കുടുംബത്തിൽ ജനിക്കാത്ത ക്രിസ്തുവിന് എങ്ങനെ പൗരോഹിത്യം കിട്ടും? ക്രിസ്തു ജനിച്ചത് യഹൂദ ഗോത്രത്തിൽ, രാജകുടുംബത്തിൽ. പൗലോസ് ഖണ്ഡിക്കുകയാണ്, അഹരോന് പൗരോഹിത്യം ലഭിക്കുന്നതിന് മുമ്പ് മൽക്കീസേദെക്കിന് പൗരോഹിത്യം ലഭിച്ചു. ഉണ്ടോ? മൽക്കീസേദെക്ക് രാജാവും പ്രവാചകനും പുരോഹിതനുമായിരുന്നു. മൽക്കീസേദെക്കിന് അഹരോന് മുമ്പ് പൗരോഹിത്യം കിട്ടി. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. കാരണം അവൻ രാജാവുമാണ്, പുരോഹിതനുമാണ്, റോയൽ പ്രീസ്റ്റ്ഹുഡാണ്. ആ പൗരോഹിത്യത്തിന്റെ ക്രമമാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം. അഹരോന്റെ പൗരോഹിത്യം ബലഹീനം, അഹരോന്റെ പൗരോഹിത്യം താൽക്കാലികം, അഹരോന്റെ പൗരോഹിത്യം മരണത്തോടെ അവസാനിക്കുന്നു. അഹരോന്റെ പൗരോഹിത്യം കുടുംബക്കാരന്റെ കുത്തകയാണ്, ഗോത്രക്കാർക്ക് മാത്രമാണ്. അഹരോന്റെ പൗരോഹിത്യം നിലനിൽക്കാത്തതാണ്. എന്നാൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യം താൽക്കാലികമല്ല, എന്നേക്കുള്ള പൗരോഹിത്യം, മരണത്തോട് നീങ്ങാത്ത പൗരോഹിത്യം, നിലനിൽക്കുന്ന പൗരോഹിത്യം, ബലമുള്ള പൗരോഹിത്യം, നിലനിൽക്കുന്ന പൗരോഹിത്യം, താൽക്കാലിക കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പൗരോഹിത്യമല്ല, നിത്യകൂടാരത്തിലേക്ക് പ്രവേശിക്കുന്ന പൗരോഹിത്യം. അത് കുടുംബക്കാരന്റെ കുത്തകയല്ല, സകല ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്നും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയ സഭയുടെ പൗരോഹിത്യം. ഇതാണ് അഹരോന്റെ പൗരോഹിത്യം ക്രിസ്തുവിന്റെ പൗരോഹിത്യമുള്ള വ്യത്യാസം. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമാണ്. അതാണ് 7-8 അധ്യായം. 13 അധ്യായം പറഞ്ഞോളാം. സോദരൻ 2 സമർഷം പഠിപ്പിക്കുന്നതാണ്. അരമണിക്കൂർ കൊണ്ട് പറയാം, ഫീസ് കൂടുതലാണ്. സോദരൻ അടുത്ത് ഏതാ? 9 അധ്യായം, ടാബർനാക്കളാ വിഷയം. ടാബർനാക്കൾ അങ്ങോട്ട് കമ്പാരിസണാ. ഭൗമിക കൂടാരത്തിലുള്ള ശുശ്രൂഷയല്ല, ഭൗമിക കൂടാരത്തിലുള്ള ശുശ്രൂഷയല്ല, താൽക്കാലികമായ കൂടാരമായിരുന്നു ടാബർനാക്കൾ. അതിന്റെ പരിമിതി അറിയാമല്ലോ. തിരശ്ശീല കടന്നുകൊണ്ട് മഹത്വം വെളിപ്പെട്ടില്ല. മുൻകൂടാരമുള്ളിടത്തോളം കാലം മഹത്വം വെളിപ്പെട്ടില്ല. അതുകൊണ്ട് തേജസ് വെളിപ്പെട്ടില്ല. അതുകൊണ്ട് തിരശ്ശീല കീറി തേജസ് വെളിപ്പെട്ടത് മുൻകൂടാരം മാറിയത് കൊണ്ടാണ്. യേശുവിന്റെ ശുശ്രൂഷ നിത്യമായ കൂടാരത്തിലെ ശുശ്രൂഷയാണ്, ഭൗമിക കൂടാരത്തിലെ ശുശ്രൂഷയല്ല. അതുകൊണ്ട് ടാബർനാക്കിനേക്കാൾ, ഈ ആലയത്തെക്കാൾ വലിയവനാണ് ക്രിസ്തു. മനോഹരമായിട്ട് അവതരിപ്പിക്കാൻ, ടാബർനാക്കിനേക്കാൾ, ഈ സമാഗമന കൂടാരത്തെക്കാൾ വലിയവനാണ് ക്രിസ്തു. എന്നിട്ട് നമ്മൾ സമാന കൂടാരം പൊക്കി കിടക്കുക. സോദരം, ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, അതിനേക്കാൾ വലുതാണ്. തിരശ്ശീല കീറി, അതുകൊണ്ട് മഹത്വം വെളിപ്പെട്ടു. മഹത്വം വെളിപ്പെടുന്നതിന് തടസ്സം മറശീലയായിരുന്നു. മുൻകൂടാരം നിന്നത് കൊണ്ടാണ് തേജസ് വെളി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഇന്റർപ്രട്ടർ വേണ്ട, വായിക്കുന്നവർക്ക് പിടികിട്ടുന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി നിങ്ങൾക്ക് പുതുവഴി തുറന്നത് കൊണ്ട് മഹത്വം വെളിപ്പെട്ടു, തേജസ് വെളിപ്പെട്ടു. അതുകൊണ്ട് ടാബർനാക്കിനേക്കാൾ, സമാഗമന കൂടാരത്തേക്കാൾ ശ്രേഷ്ഠമാണ് യേശുവിൻ്റെ ഈ ശുശ്രൂഷ എന്ന് കൃത്യമായി പറയുന്നു. അടുത്ത 10 അധ്യായം. 10 അധ്യായത്തിലെ വിഷയം പഴയ നിയമ യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് യേശുവിൻ്റെ യാഗം. വൺസ് ഫോർ ഓൾ, ഒരിക്കലായി യാഗമർപ്പിച്ചിട്ട് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. 10 അധ്യായത്തിൽ പറയുന്നു, പഴയ നിയമ യാഗങ്ങൾ പൂർത്തിയാക്കിയില്ല. കൂടെ യാഗം, കൂടെ പാപം. മനസ്സിലായോ? യാഗം ആവർത്തിക്കുന്നത് തന്നെ പിടികിട്ടിയോ? ഇന്നലെ ചെയ്ത യാഗം മനസാക്ഷിക്ക് സമ്പൂർണ്ണമായി സമാധാനം നൽകിയില്ലെന്നും ലോജിക്ക് പിടികിട്ടിയോ?
യാഗം ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? പെർപെച്വൽ സാക്രിഫൈസ്. യാഗം ആവർത്തിക്കുന്നതിന്റെ കാരണം ഇന്നലത്തെ യാഗം പൂർണ്ണമായില്ല. അത് പൂർണ്ണമായിരുന്നെങ്കിൽ മനസ്സാക്ഷി സമ്പൂർണമായ സമാധാനം കിട്ടിയേനെ. മനസ്സാക്ഷി സമ്പൂർണമായ സമാധാനം കിട്ടാതിന്റെ കാരണം കൂടെ കൂടെ പാപം, കൂടെ കൂടെ യാഗം. എന്നാൽ കൂടെ കൂടെ അല്ല യാഗം. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിക്കാൻ ഒരിക്കലായി യാഗമായി, വൺസ് ഫോർ ഓൾ. പ്രൈസ് ദി ലോർഡ്. ആടുകളുടെ രക്തം ആറുപോലെ ഒഴുക്കിയിട്ടും കാളകളുടെ രക്തം കായൽ പോലെ ഒഴുക്കിയിട്ടും ബലിപീഠങ്ങളിൽ ആരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, മാറുപിളർന്ന് യേശു മനുഷ്യവർഗത്തിന് വേണ്ടി ഒഴുക്കിയ രക്തം നിന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി, സകല പാപവും ശുദ്ധീകരിക്കുന്ന രക്തം. 11-ാം അധ്യായത്തിലെ വിഷയം, നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ സേട്ടനായ യേശു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ലീഡേഴ്സിന് പേരാളുണ്ട്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ഇത്താഖ്, ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പിതാക്കന്മാർ, പുരോഹിതന്മാർ, സകല ലീഡേഴ്സിന്റെ ലിസ്റ്റ് ഇട്ടിരിക്കുക. അവരെ ആരും ചെറുതാക്കുന്നില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തില്ല. അവരെല്ലാം കൊള്ളാം. വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിയവർ അവിടെ എഴുതിയിട്ടുണ്ട്. തീയുടെ ബലം കെടുത്തിയവർ, സിംഹത്തിന്റെ വായ അടച്ചവർ, വീരന്മാരെ ഓടിച്ചു കളഞ്ഞവർ, കൊള്ളാം. പക്ഷെ ആരും പൂർത്തിയാക്കിയില്ല. ആരും പൂർത്തിയാക്കിയില്ല. കാരണം പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തം ശേഷിക്കുകയാണ്. എന്നിട്ട് 12:2 പറയുന്നു, ദ ഓഥർ ആൻഡ് ഫിനിഷർ. 12:2 എഴുതാനാണ് 11 അധ്യായം മുഴുവൻ എഴുതിയെന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദ ഓഥർ ആൻഡ് ഫിനിഷർ. അവർ പൂർത്തിയാക്കിയില്ല. എന്ന പൂർത്തിയാക്കിയവൻ ഒരാളേ ഉള്ളൂ. 11-ാം അധ്യായത്തിലെ സകല നേതാക്കന്മാരെക്കാൾ സേട്ടൻ എന്റെ യേശു. പ്രൈസ് ദി ലോർഡ്. ആ യേശു ആരാണെന്ന് നിങ്ങൾ അറിയണം. ഇത്രയേ ഉള്ളൂ എബ്രായ ലേഖനം. അതിന് 15 മിനിറ്റ് മതി. പ്രൈസ് ദി ലോർഡ്. ഇത്രയേ ഉള്ളൂ. 13-ാം അധ്യായത്തിൽ അവസാനം പറയുന്നു, യേശു ക്രിസ്തു ക്രൈസ്തവ സഭയുടെ ക്രിസ്തു വിജ്ഞാനി 13:8 യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ. ഇന്നലെ ആരാണ് യേശു? പിതാവിനോടുകൂടി സന്നിഹിതനായിരുന്ന ക്രിസ്തുവിന്റെ പൂർവ്വയാസ്തിത്വം. യഹോവ സാക്ഷിക്കാരൻ വിശ്വസിച്ചോ യേശു ദൈവമല്ലെന്ന്. പക്ഷെ ഞങ്ങൾ ഇന്ന് രാത്രി പ്രഖ്യാപിക്കുന്നു, ഞങ്ങളുടെ യേശു ദൈവമാണ്. ഇന്നലെ അവൻ ആരാണ്? ക്രൈസ്റ്റ്. ഇന്നവൻ ആരാണ്? മാനവർഗത്തിന് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്ന വീണ്ടെടുപ്പുകാരൻ, തന്റെ പ്രവാചക ശുശ്രൂഷ, പിതാവിന്റെ വലത്തുഭാഗത്ത് തന്റെ പൗരോഹിത്യ ശുശ്രൂഷ. ഇന്നവൻ ആരാണ്? മധ്യസ്ഥൻ. നാളെ അവൻ ആരാണ്? അധപ്രാലേഖനം പറയുന്നു, അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് 9-ാം അധ്യായം അവസാന വാക്യം, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇനി അവൻ മടങ്ങി വരുന്ന രാജാവ്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന്? ചിലർ സ്വോത്രം പറയുന്നില്ല. ബാങ്ക് ബാലൻസിന്റെ കാര്യം ഓർത്താന്ന് എനിക്കറിയാം. പ്രൈസല്ല, അത് എടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. പ്രൈസല്ല, വീട്ടിൽ താമസിക്കാൻ ആൾക്കാരുണ്ട്. വിഷമിക്കേണ്ട. സ്തോത്രം. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി യേശുവിന് വരും. താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തുവാൻ യേശു മടങ്ങി വരാൻ പോകുന്നു. മഹാദൈവം മടങ്ങി വരാൻ പോകുന്നു. കാര്യപതി സ്വതന്ത്രം ചെയ്തായിട്ട് അതിനു മുമ്പേ ഏകാധിപതികൾ ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടിലേക്ക് എറിയപ്പെടും. കനകസിംഹാസനങ്ങൾ കടലെടുക്കും. തിരമാലകൾ നിലച്ചു പോകും. താരകങ്ങൾ ഉതിർന്നു വീഴും. പള്ളക്കാടുകളിൽ നിന്നും സെമിത്തേരികൾ നാട്മക്കൾ തിരികെ വിളിക്കപ്പെടും. ഉഷസിന്റെ ഉദരത്തിൽ യുവാക്കളായ മഞ്ഞ് പുറത്തു വരുന്നത് പോലെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ഖബറുകൾ തുറക്കും. പ്രിയമുള്ളവരെ 7 മഹത്വത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് മുമ്പേ വാങ്ങിപ്പോയവർ നമ്മൾ തമ്മിൽ കാണും. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ഇറങ്ങി വരുന്നൊരു ദിവസമുണ്ട്. യേശു ആരാണ് നിങ്ങൾ അറിയണം. ഇവനത്ര മഹാൻ. നാട്ടിൽ മാറ്റത്തിന് വേണ്ടി പോരാടിയ ആരോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല. ഈ നാട്ടിൽ മാറ്റത്തിന് വേണ്ടി, നവോത്ഥാനത്തിന് വേണ്ടി, ഈ നാട്ടിലൊരു മാറ്റത്തിന് വേണ്ടി ചെറുപേരിൽ ആരെങ്കിലും അനക്കിട്ടുണ്ടെങ്കിൽ സഭയ്ക്ക് അവരോടെല്ലാം ആദരവാണുള്ളത്. ഇത് മഹാനായ വൈകുണ്ഠസ്വാമിയുടെ, ചട്ടമ്പി സ്വാമിയുടെ, അയ്യങ്കാളിയുടെ, പണ്ഡിറ്റ് കറുപ്പിന്റെ, കുർമ്മം ദൈവത്താന്റെ, ഭാരതകേസരി മന്നത്വപ്നാഭന്റെ, കുമാരനാശന്റെ, ഡോക്ടർ പൽപ്പുവിന്റെ, ആര്യവള്ളത്തിന്റെ, VT ഭട്ടതിരിപ്പാടിന്റെ, വാഗ്പാടാനന്ദന്റെ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ, ശുഭാനന്ദന്റെ നാടാണ്. അവരോടൊന്നും സഭയ്ക്ക് അനാദരവില്ല കേട്ടോ. മാറ്റത്തിന് വേണ്ടി പോരാടിയവരോടെല്ലാം ഞങ്ങൾക്ക് ആദരവാണുള്ളത്. പക്ഷേ യേശു മഹാനെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ കാരണം,
എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ച് പിശാച് തകർത്ത് കളഞ്ഞ എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയാൻ, പിശാച് തേച്ച് കളഞ്ഞ ഉടച്ചു കളഞ്ഞ് എൻ്റെ ജീവിതത്തെ പുതുക്കി പണിയാൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു എൻ്റെ രക്ഷകനാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ മഹാൻ എന്ന് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ മനുഷ്യരാക്കിയത് യേശുവാണ് കേട്ടോ. ദേശത്തോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് മാറ്റം നൽകിയത് യേശുവാണ്. 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പുസ്തകം പി ഭാസ്കരൻ എഴുതിയിട്ടുണ്ട്. 100 വർഷത്തിന് മുമ്പ് ഈ നാട് ഇങ്ങനല്ലായിരുന്നു. കൊർത്തിയാടും ചുനക്കരയും വള്ളിക്കാവും വള്ളികൊന്നവും ഈ മാവേലിക്കരയും കായംകുളവും ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു പ്രിയമുള്ളവരെ. ഈ റോഡുടെ കാളയ്ക്കും കഴുതയ്ക്കും പോകാം, മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. പൊതുക്കിണറ്റിലെ വെള്ളം നായ്ക്കും നരിക്കും കുടിക്കാം, മനുഷ്യന് വിലക്കപ്പെട്ടിരുന്നു. പാമ്പിനും പഴുതാരയ്ക്കും പൂമ്പാറ്റയ്ക്കും പുൽച്ചടിക്കും പോലും സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ അക്ഷരവും ആരാധനയും അന്തസ്സും നിഷേധിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് അരിവൽക്കരിക്കപ്പെട്ടു പോയ മനുഷ്യൻ, വെള്ളവസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്തവൻ്റെ നാട്, ചെരിപ്പിടാനും വടിപിടിക്കാനും കുടപിടിക്കാനും അനുവാദമില്ലാത്തവരുടെ നാട്, കണ്ണൻ ചിരട്ടി കഞ്ഞി കുടിക്കേണ്ടി വന്ന അടിയാളന്മാരുടെ ജീവിതം, ആരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുകയും അവരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുകയും ചെയ്യുന്ന അറിവിന്തിരിപ്പൻ ജാതി വസ്ത്രം ഉണ്ടായിരുന്ന ഈ നാട്ടിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം എത്തിയത് കൊണ്ടാണ്, യേശുവിൻ്റെ വചനം എത്തിയത് കൊണ്ടാണ്, യേശുവിൻ്റെ പ്രചാരകർ എത്തിയത് കൊണ്ടാണ് ഇന്ന് രാത്രി മാന്യതയോട് ജീവിക്കുന്നത്. വെള്ളവസ്ത്രം ധരിക്കാൻ, യേശുവിനെ അംഗീകരിപ്പാൻ, വഴി നടക്കാൻ, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ഇഷ്ടദേവനെ ആരാധിക്കാൻ അവസരമുണ്ടായത് സുവിശേഷം എത്തിയത് കൊണ്ടാണ്. സ്തോത്രം. എല്ലാ മാന്യതകളും നമുക്ക് ലഭിച്ചത് ഈ സുവിശേഷമാണ്. 1806 തിരുനെൽവേലി മുതൽ ഏനാത്ത് പാലം വരെ ലണ്ടൻ മിഷണറിമാർ, 1816 ഏനാത്ത് പാലം മുതൽ ഭാരതപ്പുഴ വരെ സീമസ് മിഷണറിമാർ, 1839 ഭാരതപ്പുഴ മുതൽ മംഗലാപുരം വരെ വാസൽ മിഷണറിമാർ ഈ നാടിനെ ഉഴുതുമറിച്ചു. നാട്ടിൽ വലിയ വ്യത്യാസങ്ങളുണ്ടായി. ജോസഫ് പി.ടി. നാട്ടിൽ താമസിച്ചുകൊണ്ട് കായംകുളത്തും ക്ലാപ്പനയിലും ആയിരുന്നെങ്കിലും കായംകുളത്തുമെല്ലാം സഭ സ്ഥാപിച്ചു. സ്തോത്രം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, മിഷണറിമാർ ഉഴുതുമറിച്ച ദേശം, സ്തോത്രം, നാടിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടായത് യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ്. നമുക്ക് മാന്യത ഉണ്ടായി. ഇരുട്ടിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നമ്മുടെ ഇരുട്ട് മാറ്റി, ശാപം മാറ്റി, ദോഷം മാറ്റിയത് യേശുവിനെ അറിഞ്ഞത് കൊണ്ടാണ്. ഇന്ന് രാത്രി ദേശത്തോട് ഞങ്ങൾ പറയുന്നു, ഈ യോഗം ഇവിടെ സമാപിക്കുമ്പോൾ ഈ യോഗം നാടിനോട് അഭ്യർത്ഥിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. 630 കോടി രൂപയുടെ മദ്യമാണ് ക്രിസ്മസിന് വിറ്റത്. ഓണത്തിന് 600 കോടി രൂപയുടെ മദ്യം. തിരുവോണത്തിന് തലേ ദിവസം ഉത്രാട സദ്യയിൽ മാത്രം 117 കോടി രൂപയുടെ മദ്യം. ഡിസംബർ 25-ന് മാത്രം 107 കോടി രൂപയുടെ മദ്യം. വേൾഡ് കപ്പിന്റെ ഫൈനലിന്റെ അന്ന് അർജന്റീന ഫ്രാൻസ് കളിയുടെ അർജന്റീന ഫ്രാൻസിന്റെ അന്ന് കളിയുടെ അന്ന് 50 കോടി രൂപയുടെ മദ്യം. എൻ്റെ ഡേറ്റ ഇരിപ്പുണ്ട്, സർക്കാരിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ്. എന്തൊരു കുടിയായത്, എന്തൊരു മദ്യപാനമാണിത്. കോടിക്കണക്കിന് രൂപയാണ് പ്രൈസിലെ മദ്യമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലഹരിയോട് വിട പറയാം നാടിനോട് യോഗം അഭ്യർത്ഥിക്കുന്നു. പുകയിലയോട്, മദ്യപാനത്തോട്, ലഹരിയോട് വിട പറയൂ. ആത്മഹത്യ ചെയ്യരുത്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്നലെ ഇന്നുമായി ഇവിടെ ഉയർന്നു കേട്ട ശബ്ദം നിങ്ങളെ രക്ഷിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച്, നിങ്ങളുടെ പാപത്തിന് പരിഹാരം നൽകിയ ക്രിസ്തുവിനെ കുറിച്ച്, നിങ്ങൾക്ക് സമാധാനം നൽകിയ ക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് രാത്രി ആ ക്രിസ്തുവിനെ ഏറ്റെടുക്കാൻ ഈ നാടിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പാളയത്തിന് പുറത്ത് യേശു കഷ്ടമനുഭവിച്ചത് അതിനു വേണ്ടിയാണ്. പുരോഹിതൻ വന്ന വസ്ത്രം അഴിച്ചു വെച്ചിട്ട് യാഗം അർപ്പിച്ചിട്ട് കുടലും അവയും ചാടകവും വേസ്റ്റ് ചുമന്നൊരു പാളയത്തെ പുറത്തേക്ക് പോകും. അതേ പുരോഹിതൻ വന്നിട്ട് കഴുകി വൃത്തിയായി വിശുദ്ധ സ്ഥലത്തേക്ക്. പാളയത്തിന് പുറത്ത് ആരാണോ അപമാനിക്കപ്പെട്ടത് അതേ പുരോഹിതനാണ് വിശുദ്ധ സ്ഥലത്ത് ആദരിക്കപ്പെടുന്നത്. പാളയത്തിന് പുറത്ത് നിങ്ങൾ അപമാനിക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് ആദരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അകത്തേക്ക് പോയ ആ പുരോഹിതനെ കാത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അതാ കാത്തു നിൽക്കുന്ന രക്ഷക എന്ന് പറയുന്നത്. കാത്തുകൊണ്ട് ഇങ്ങനെ അകത്തേക്ക് പോയി പുള്ളി വരെ ഇങ്ങനെ കാത്തു നിൽക്കുക. വികാരപരമാണ് കാത്തിരിപ്പ്. ആ പുരോഹിതൻ വന്നിട്ട് ജനത്തെ അനുഗ്രഹിക്കും. കാത്തു നിൽക്കും. അതാണ് ആ മഹാപുരോഹിതന്റെ മഹാപാപ പരിഹാര ദിവസം ത്രികാല പ്രത്യക്ഷത അവതരിപ്പിച്ചിട്ടാണ് എബ്രായലേഖനം 9 അവസാനം പറയുന്നത്, യേശു ഇതുപോലെ യാഗം അർപ്പിച്ചു. പാളയത്തിന് പുറത്തേക്ക് പോയി. അൾത്താരയിലല്ല യാഗം നടന്നത്, അൾത്താരയിലല്ല യാഗം നടന്നത്, പള്ളിയിലല്ല യാഗം നടന്നത്, പുറമ്പോക്കിലാണ്, ഔട്ട് ഓഫ് ക്യാമ്പിലാണ്. പാളയത്തിന് പുറത്താണ് കുഷ്ഠരോഗി, പാളയത്തിന് പുറത്താണ് രക്തസ്രാവക്കാരി സ്ത്രീ. ലേവ്യ പുസ്തകം പുറന്തള്ളിയവരെല്ലാം പാളയത്തിന് പുറത്താണ്. അവരെ തേടിയാണ് യേശു പുറമ്പോക്കിലേക്ക് പോയത്. പുറമ്പോക്കിലാണ് റിഡംഷൻ നടന്നത്. മതവും രാഷ്ട്രീയം ചവച്ച് തുപ്പിയവരെല്ലാം പുറമ്പോക്കിലാണ് അലഞ്ഞു തിരിഞ്ഞത്. നിങ്ങൾ കണ്ടുകൊണ്ടോ യേശുവിൻ്റെ അടുക്കൽ വന്നത് മുഴുവൻ ലേവ്യ പുസ്തകം തള്ളിയവർ.
ലേവ്യ പുസ്തകം തുടരുതെന്ന് പറഞ്ഞവരല്ല യേശു തൊട്ടു. അതറിയാമോ? കുഷ്ഠരോഗിയെ തൊട്ടു, രക്തസഹകാരി തൊട്ടു, പാവനെ തൊട്ടു, ശവത്തെ തൊട്ടു, മഞ്ചത്തെ തൊട്ടു. മതം എഴുതിയതിനെ യേശു തിരുത്തിയിട്ട് നിയമത്തെ യേശു പുനർവ്യാഖ്യാനം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സ്നേഹിക്കുന്ന യേശുവിനെ ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവൻ ഇതാ വിശുദ്ധ സ്ഥലത്തേക്ക് കയറി. ആടിന് രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ട്. അകത്തേക്ക് പോയ പുരോഹിതനെ കാത്തുകൊണ്ട് ജനം കോട്ടയാടി നിൽക്കുന്ന പോലെ കഴിഞ്ഞ 2000-ലധികം വർഷമായി ജനം കാത്തു നിൽക്കുന്നു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി. ഇത് ക്രിസ്ത്യാനികളുടെ ദൈവത്തെ കുറിച്ചല്ല, ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമല്ല, ഇത് മതപ്രഭാഷണമല്ല. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ക്രിസ്തുവിന്റെ വെളിപ്പാടുണ്ടാകാൻ, ആ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ എത്ര പേര് തയ്യാറാകും? ജപവും തപവും തന്ത്രങ്ങളും മന്ത്രങ്ങളും വേണ്ട, ഉപചാരങ്ങളും ഉപദാനങ്ങളും ഉൽപ്പന്നങ്ങളും ഒന്നും വേണ്ട. അകം മുറിഞ്ഞ് കണ്ണുനീരോട് ഗദ്ഗതത്തോടെ ഇന്ന് രാത്രി യേശുവേ, ഞാൻ ഭാവിയാൻ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ, അങ്ങയുടെ മകനായി മകളായി ജീവിപ്പാൻ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് രാത്രി ഗദ്ഗതത്തോടെ ആര് പ്രാർത്ഥിക്കുമോ അവിടെ ഹൃദയത്തിലേക്ക് യേശു വരും.